Good evening, all. Welcome to India's first animator live tuition. Good evening, everybody. Yes. Hello. കേൾക്കാമോ മക്കളെ? ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? യെസ്. എല്ലാവരും ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ. ക്ലാസ്സിലൊക്കെ ഞങ്ങൾ നേരത്തെ കയറും, ബട്ട് ക്യാമറ ഒന്നും ഓൺ ചെയ്യില്ല. VIPs. യെസ് ആൽബിൻ, ഗുഡ് ഈവനിങ്. ആഗ്നസ്, വൈഗ, സെൽവകുമാർ. എവിടെയാണ്? യെസ് ബിബിൻ, ഗുഡ് ഈവനിങ്. അവന്തിക, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? അശ്വജിത്തെ, ഗുഡ് ഈവനിങ്. അനു, ആരതി. ക്യാമറ ഓഫ് ആണല്ലോ. ക്യാമറ ഒക്കെ ഒന്ന് വേഗം ഓൺ ചെയ്തേ. എന്താണ് ഒളിച്ചിരിക്കണേ? ആഴ്ചയിൽ ഒരിക്കലും ടീച്ചർ കാണാൻ വരുമ്പോൾ ഒളിച്ചിരിക്കാണോ? ആഗ്നസ്, യെസ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ബസ് സമരമൊക്കെ നിങ്ങൾക്കത് ഏർപ്പെട്ടോ? ബസ് സമരമൊക്കെ ഉണ്ടായിരുന്നോ? ക്ലാസ്സിൽ പോകാൻ പറ്റിയോ? അത് ലീവായോ? എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? അത് ചോദിക്കട്ടെ ആദ്യം തന്നെ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് എല്ലാവരും ക്ലാസ്സിലേക്ക് പോയോ? ബസ് സമരം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഗുഡ് ഈവനിങ് സെൽവകുമാർ. ഹായ്, ഹലോ ആരതി. അനു, എവിടെയാണ്? ബസ് സമരം ഉണ്ടായിരുന്നു. അപ്പൊ നീ ലീവായിരുന്നു? ഓ ലീവായിരുന്നു. എന്നിട്ട് എന്താണ് ലീവായിട്ട് പരിപാടി? ലീവായിട്ട് എന്ത് ചെയ്തു? വെറുതെ ഇരുന്നു അല്ലേ ഐശ്വര്യ? കുളിച്ച് കുറിയൊക്കെ തൊട്ട് വന്നിരിക്കുകയാണ് ക്ലാസ് കേൾക്കാൻ. യെസ് ഭാനുമതി, ലീവാണ്. ബസ് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, ബട്ട് ക്ലാസ്സിൽ പോയി. അവന്തിക എങ്ങനെ പോയി? നടന്നു പോകാനുള്ള ദൂരമാണോ ഉണ്ടായിരുന്നേ? ആണോ? അല്ല, പിന്നെ എങ്ങനെ പോയി? വേറെ വണ്ടിയൊക്കെ ഓടുമല്ലോ അല്ലെ? ഓക്കെ ശരി. നാളെ ഇതുപോലെ എന്തോ ഒരു പണിമുടക്കോ ബന്ധോ എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നാളെയും ക്ലാസ് ഉണ്ടാവില്ലല്ലേ? എന്താ ഒരു പ്രസന്നത. ഓക്കെ. അപ്പൊ ലീവ് കിട്ടുന്ന ദിവസമൊക്കെ എന്താ പരിപാടി? ഇപ്പൊ ക്ലാസ്സിൽ എന്തായാലും വലിയ കാര്യമായിട്ടൊന്നും എടുത്തു തുടങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. സ്റ്റാർട്ട് ചെയ്തോ ചാപ്റ്റേഴ്സ് ഒക്കെ? ബയോളജി ഒക്കെ ഏതുവരെ എത്തി? ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞോ? ബോട്ടണി? ഒന്ന് കമന്റ് ചെയ്യോ മക്കളെ? എനിക്ക് എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് കമന്റ് ചെയ്യാൻ പറയണേ കേട്ടോ. നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ വലിയ ഉപകാരമായി. യെസ് ഐശ്വര്യ, ഗുഡ് ഈവനിങ്. 3rd ചാപ്റ്റർ തുടങ്ങി, അതായത് നമ്മുടെ പ്ലാൻ കിങ്ഡം അല്ലേ വൈഗ? യെസ്. ബാക്കിയുള്ളവർക്കൊക്കെയോ? ഏത് ചാപ്റ്റർ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ? ബോട്ടണി. ഇന്നൊരു 3 o'clock വിട്ടു. ഞങ്ങളുടെ ഏരിയയിലേക്കുള്ള ബസ് 5:30 വന്നത്. ഓക്കെ ശരി. സെക്കൻഡ് ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ്, തേർഡ്. അപ്പൊ ആ ഒരു ലെവലാണ് എല്ലാവരും നിൽക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള ലെവലിൽ. ഓക്കെ. നമ്മളെന്തായാലും 3rd ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിൽക്കുന്നുണ്ട് ആഗ്നസിന്റെ. ഓക്കെ. ഇനിയും ചിലപ്പോൾ കുട്ടികളൊക്കെ വരാനുണ്ടാവുമല്ലോ നിങ്ങളുടെ ക്ലാസ്സിലേക്ക്. അലോട്ട്മെന്റ് ഒക്കെ മാറ്റി സബ്ജക്റ്റ് ഒക്കെ മാറി വരാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാവും ടീച്ചേഴ്സ് ഒന്ന് മെല്ലെ പിടിക്കണേ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിക്കോളും. കാരണം കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കാനുണ്ട് നമുക്ക്. 9 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അത് ബോട്ടണി മാത്രം 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ തീർക്കാൻ ഇത്തിരി പണിയാ. അപ്പൊ കുറച്ചും കൂടെ കഴിഞ്ഞാൽ സ്പീഡ് ആയിക്കോളും. ഡെയിലി അങ്ങനെയാണോ വരാറ്? ഓ ശരി. അപ്പൊ സെൽവകുമാറിന് കുറെ ക്ലാസ് കട്ടാവില്ലേ? നേരത്തെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോ? ക്യാമറ ഓൺ ചെയ്തേ. ഞാൻ വിശേഷം ചോദിച്ചിരിക്കുന്നത് എല്ലാവരും ഒന്ന് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് സെറ്റപ്പ് ആയിരിക്കാനാ. അപ്പൊ ക്യാമറ ഓഫ് ആക്കിയിരിക്കുക അവിടെ. അനു, സെറ ആൻഡ് സെന, പ്രോപ്പർ ആയിട്ട് ക്യാമറ ഒക്കെ വെച്ചേ. സെറ്റാണ്. ന്യൂ ജോയിനീസ് ആരെങ്കിലും ഉണ്ടോ മക്കളെ? ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവാതിരുന്ന് ഇന്ന് മാത്രം ജോയിൻ ചെയ്ത ഇനിബഡി? ആരുമില്ല. ഓക്കെ സെൽവകുമാർ, സെറ്റാണ്. ഓക്കെ യെസ്. അപ്പൊ എന്തായാലും നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്താലോ? അശ്വജിത്ത് ഉണ്ട് അല്ലേ? ഇന്ന് ന്യൂ ജോയിനി ആണ് അശ്വജിത്ത് അല്ലേ? യെസ്, അൺമ്യൂട്ട് ചെയ്താ മോനെ. ഹായ്. എവിടെയാണ് അശ്വജിത്ത് പഠിക്കണേ? ഓക്കെ, കാഞ്ഞിരപ്പള്ളി. ഓക്കെ ഫൈൻ. അപ്പൊ ഏത് ചാപ്റ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ സ്കൂളില്? ബോട്ടണി ഏത് ചാപ്റ്റർ അപ്പൊ പോണേ? അതെ, സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ ഫൈൻ. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു ലാസ്റ്റ് ക്ലാസ്സിൽ. ഇന്ന് സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഒരു ചാപ്റ്റർ നമ്മുടെ തീർത്തിട്ടുണ്ട്. പ്രീവിയസ് സെഷൻ ക്ലാസ്സസ് ഒക്കെ ക്ലാസ് ടീച്ചറോട് ചോദിച്ച് വാങ്ങിച്ച് കാണണേ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മിസ്സേ, ഞാൻ ഹൈലൈറ്റ് ആണ് ചെയ്യാറ്. ടെക്സ്റ്റിൽ നോട്ട് എഴുതാൻ കുഴപ്പം ഉണ്ടോ? നോട്ട് എഴുതുന്നത് ഞാൻ നോട്ട് എഴുതാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഈ സ്ലൈഡിൽ കാണിക്കുന്ന എല്ലാ പോയിന്റ്സും നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, കാരണം എല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്.
പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടാവില്ല. അതൊക്കെ എന്തായാലും നോട്ടിലേക്ക് എഴുതണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ലല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നോട്ട് എഴുതാം. ഇനി അതൊന്നുമല്ല, ലെക്ചർ നോട്ട്സ് എഴുതുന്നത് നല്ലതാണ്. ആക്ച്വലി നമ്മുടെ 1.5 മണിക്കൂർ സെഷനിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ അത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ലെക്ചർ നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് നിങ്ങൾക്ക് തോന്നുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് കുറിച്ചിടുക. ഓൾറെഡി ഞാൻ സ്ലൈഡിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് എല്ലാം കാണിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ പാരഗ്രാഫ് കംപ്ലീറ്റ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പോണേ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പം ഞാൻ പറയാറുണ്ട്. കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നു ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഭാഗങ്ങൾ നോട്ടിലേക്ക് എഴുതിയിടാം കേട്ടോ. അപ്പോൾ നോട്ട് ബുക്ക് എന്തായാലും വേണം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തോളൂ. പക്ഷെ എന്നാലും നോട്ടിനകത്ത് ലെക്ചർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, യെസ്. ബേസിലെ ഗൂഗിൾ മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ടാണോ നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യണം കേട്ടോ. ഇവിടെ കമന്റ് ബോക്സിൽ ഇടണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയാണോ? യെസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? അത് പറഞ്ഞാൽ എളുപ്പമായി. എവിടെ വരെയാ നമ്മൾ പഠിച്ചു നിർത്തിയേ? പ്ലാൻ കിങ്ഡം. പ്ലാന്റ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടത് അല്ലേ? പ്ലാന്റ്സിനെ മാത്രം എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കുവാണ് ഈ ചാപ്റ്ററിൽ. അപ്പൊ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര കാറ്റഗറി ഉണ്ട് പ്ലാന്റ്സില്? ബേസിലെ പറഞ്ഞേ, പ്ലാന്റ്സിന് എത്ര കാറ്റഗറി ആയിട്ടാണ് ഇതിനകത്ത് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ മക്കളെ. ബേസിൽ അൺമ്യൂട്ട് ചെയ്തോ, പറഞ്ഞോ. യെസ്. ഏതൊക്കെയാണ്? ആൽഗെ, പിന്നെ പറഞ്ഞോ, തെറ്റിയാ നമുക്ക് തിരുത്താന്നേ. ബ്രയോഫൈറ്റ്സ് അല്ലേ? ബ്രയോഫൈറ്റ്സ്. പിന്നെ ടെറിഡോഫൈറ്റ്സ്. പറഞ്ഞേ. ടെറിഡോഫൈറ്റ് കുഴപ്പമില്ല, നമുക്കിപ്പോ എല്ലാ വേർഡ്സും പറയാൻ കിട്ടണമെന്നൊന്നുമില്ല. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, പിന്നെ ആരുള്ളേ? ജിംനോസ്പേംസ് അല്ലേ? പറയൂ, റിപ്പീറ്റ് ചെയ്യൂ ടീച്ചറുടെ കൂടെ. ജിംനോസ്പേംസ്. പിന്നെ ലാസ്റ്റ് ആൻജിയോസ്പേംസ് അല്ലേ? യെസ്. അപ്പൊ ആ ഓർഡർ പഠിക്കണം, നമുക്ക് അറിയണം. ഇവരെ നമ്മൾ എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കണേ? ആൽഗയാണ് ഏറ്റവും ബേസ് കാറ്റഗറി. അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ബ്രയോഫൈറ്റ്സ്. അതിന്റെയും ഹയർ ലെവലാണ് ടെറിഡോഫൈറ്റ്സ്. അതിന് മുകളിൽ ജിംനോസ്പേം ആൻഡ് ലാസ്റ്റ് ആണ് ആൻജിയോസ്പേം വരണത്. ഇത് നിങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ആൽഗെ എന്ന് പറയുന്നത് പ്ലാന്റ്സിലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അവർക്കില്ല. വലിയ കാര്യമായിട്ടുള്ള ഒന്നും അവരെ നമുക്ക് പറ്റി പഠിക്കാനില്ല. വളരെ സിമ്പിൾ സ്ട്രക്ചേഴ്സ് ആണ്, വളരെ ബേസിക് ഫീച്ചേഴ്സ് മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് ആൽഗെ. പക്ഷെ ബ്രയോഫൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ആരതി, ബ്രയോഫൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ്. ആൽഗയേക്കാൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ആര് കാണിക്കുന്നുണ്ട്? ബ്രയോഫൈറ്റ്സ് കാണിക്കുന്നുണ്ട്. അതിനേക്കാളും ആര് കാണിക്കുന്നുണ്ട്? കുറച്ചും കൂടെ നല്ല ഡെവലപ്മെന്റ്സ് ടെറിഡോഫൈറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ജിംനോസ്പേംസ് ആൻഡ് ലാസ്റ്റ് ആൻജിയോസ്പേം. ഇതിൽ ഈ ആൻജിയോസ്പേം ആണ് ഇപ്പോൾ ഉള്ള പ്ലാന്റ്സിൽ വെച്ച് ഫുൾ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് കാറ്റഗറി. അതായത് എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റും കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ആണ് ആൻജിയോസ്പേം. അപ്പൊ നമ്മുടെ ചുറ്റും നോർമലി നമ്മൾ കാണുന്ന ഈ പ്ലാന്റ്സ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ കാണുന്ന മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, അതൊക്കെ ഏതാ? ആൻജിയോസ്പേമിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. നിജിലെ, ഷാഹിദെ, ഗോകുൽ, ഓക്കെ, ഇതാണ് പ്ലാന്റ്സിന്റെ കാറ്റഗറി. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ ആൽഗെ മാത്രമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൽഗയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ മക്കളെ? ആൽഗയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ആൽഗയിൽ തന്നെ നമ്മൾ 3 ടൈപ്പ് ഓഫ് ആൽഗേസ് ഒക്കെ നമ്മൾ കണ്ടു. ഏതൊക്കെയാ 3 ടൈപ്പ് ഓഫ് ആൽഗേസ്? ആരൊക്കെയാ? ആരോട് ചോദിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞോ. ഹാൻഡ് റേസ് ചെയ്ത ടീച്ചർ വിളിക്കാം. ഏതൊക്കെയാ 3 ടൈപ്പ് ഓഫ് ആൽഗേസ്? ക്യാമറ ഇഷ്യൂ ഉണ്ടോ മോനെ? ഓക്കെ ഷാഹിദ്. ഏതൊക്കെയാ? ഗ്രീൻ ആൽഗെ. ഓക്കെ, ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നേക്കാളും നല്ലതായിട്ട് നമ്മൾ അതിന്റെ ഒരു കറക്റ്റ് ഒരു നെയിം പഠിച്ചിട്ടില്ലേ? അതിന്റെ സയന്റിഫിക് നെയിം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഗ്രീൻ ആൽഗെ, റെഡ് ആൽഗെ എന്നൊക്കെ പറയുന്നതിനേക്കാളും അതിന് അതിൻ്റെതായ ഒരു നെയിം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഏതാണത്? ഐശ്വര്യ,
ഏതൊക്കെയാ ആൽഗയുടെ 3 കാറ്റഗറി? കമന്റ് ചെയ്തോ ബാക്കിയുള്ളവരൊക്കെ കേട്ടോ. കുറച്ച് പേരാണ് കമന്റ് ചെയ്യുന്നത്. ശിവാനി, ആൽബിൻ, അങ്ങനെയൊക്കെ വളരെ കുറച്ച് പേര്. ആദ്യ, ബാക്കിയുള്ളവരൊന്നും കമന്റ് ചെയ്യാതിരിക്കുക. ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യിച്ച് ചോദിക്കാം. ഐശ്വര്യ, വേഗം അൺമ്യൂട്ട് ചെയ്തേ. അത് കുഴപ്പമില്ല. ഇനിയിപ്പോ ഡയറക്റ്റ് പറഞ്ഞു. ക്ലോറോഫൈസിയെ, റോഡോഫൈസിയെ, ഫിയോഫൈസിയെ. ഓക്കെ, അപ്പൊ നമ്മൾ ആൽഗയ്ക്ക് 3 കാറ്റഗറിയാണ് പഠിച്ചത്. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. ബേസ്ഡ് ഓൺ വിച്ച്, എന്തിന്റെ ബേസിലാണ് നമ്മൾ ഇവരെ കാറ്റഗറൈസ് ചെയ്തേ? എന്താണ് ഇവരുടെ ഒരു ബേസ്? എന്തായിരുന്നു കാറ്റഗറി ചെയ്യാനായിട്ട്? ഭാനുമതി, വെറുതെ ഒരു രസത്തിന് 3 ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞതാണോ, അതോ എന്തിന്റെയെങ്കിലും ഒരു ക്രൈറ്റീരിയയുടെ ബേസിലാണോ നമ്മൾ ഇവരെ ക്ലാസിഫൈ ചെയ്തേ? ഫുഡ് ഉണ്ടാക്കുന്ന അല്ല. ഫുഡ് എല്ലാവരും ഉണ്ട്, ബിക്കോസ് അവര് പ്ലാൻ കാറ്റഗറിയിൽ പെട്ടവരാണ്. ഓട്ടോട്രോപ്സ് ആണ് അല്ലേ ആൽഗി എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ്? അക്വാട്ടിക് പ്ലാന്റ്സ്. ഞാൻ ചോദിച്ചത് എന്തിന്റെ ക്രൈറ്റീരിയയുടെ ബേസിലാണ് ഇവരെ ക്ലാസിഫൈ ചെയ്തത്? 3 പിഗ്മെന്റ് അല്ലേ? യെസ്, കളർ എന്നല്ല പറയണ്ടേ, അതൊക്കെ കുഞ്ഞുമക്കള് പറയുന്നതാണ് കേട്ടോ. പിഗ്മെന്റിന്റെ പ്രസൻസിലാണ് നമ്മൾ ഇവരെ ക്ലാസിഫൈ ചെയ്തത് 3. ക്ലോറോഫൈസി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന പിഗ്മെന്റ് ഏതാണ്? ക്ലോറോഫിൽ അല്ലേ ആദിത്യ? ക്ലോറോഫിൽ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫിയോഫൈസിയെ. ഏത് പിഗ്മെന്റാ പ്രസന്റ് ആയിരിക്കണ ഫിയോഫൈസിയയില്? ഞാൻ തന്നെ ചോദിക്കാം, ഞാൻ തന്നെ ആൻസർ പറയാം അല്ലെ. വേഗം കമന്റ് ചെയ്തോ. ക്സാന്തോഫിൽ. ഇനി ലാസ്റ്റ് വൺ റോഡോഫൈസിയെ. റെഡ് ആൽഗെ എന്നാണ് കോമൺ ആയിട്ട് നമ്മൾ വിളിക്കണവരെ, റെഡ് ആൽഗെ. ഇത് ചോദിക്കുന്നതാണ്. ഈ ഒരു ടേബിൾ ഞാൻ പഠിക്കാൻ പറഞ്ഞില്ലേ, ആ ടേബിൾ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കണേ. അത് പഠിക്കണം. റോഡോഫൈസിയെ ആർ ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് അതിൽ കാണുന്നത്. ദാറ്റ്സ് വൈ ദേ ആർ സീൻ ഇൻ റെഡ് കളർ. അതുകൊണ്ടാണ് റെഡ് കളറിൽ നമുക്ക് അവരെ കാണാൻ പറ്റുന്നത്. കേട്ടോ? അപ്പൊ എല്ലാ ക്ലാസ്സിലും പഠിച്ചു വരണം, അല്ലാതെ ഒരു നിവൃത്തിയില്ല. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. കേട്ടോ? വായിച്ചു നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മുടെ ആൽഗയെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കാറ്റഗറി, അതിനേക്കാൾ ഹയർ കാറ്റഗറിയിലേക്ക് കയറാൻ പോവാണ്. ദാറ്റ് ഈസ് ബ്രയോഫൈറ്റ്സ്. പറഞ്ഞ മക്കളെ, പറയാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ കൂടെ അവിടെ ഇരുന്ന് റിപ്പീറ്റ് ചെയ്തോ നിങ്ങൾ. ബ്രയോഫൈറ്റ്സ്. ഓക്കെ, ബ്രയോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആൽഗയുടെ പോലെയല്ല, ആൽഗയേക്കാൾ കുറച്ചും കൂടെ ഡെവലപ്മെന്റ് കാണിക്കുന്നുണ്ട്. പല രീതിയിലും ഡെവലപ്മെന്റ് കാണിക്കുന്നുണ്ട്. സോ ബ്രയോഫൈറ്റ്സിനെ നമ്മൾ 2 ബ്രയോഫൈറ്റ്സിൽ വരുന്ന 2 മെയിൻ ഗ്രൂപ്പുകളാണ് മോസസ്, അതേപോലെ തന്നെ ലിവർവോർട്സ്. മോസസും ലിവർവോർട്സും ഇത് രണ്ടും ആരിൽ വരുന്നതാ? ബ്രയോഫൈറ്റ്സിൽ തന്നെ വരുന്ന 2 കാറ്റഗറിയാണ് ഈ മോസസ് എന്ന് പറയുന്നതും ലിവർവോർട്സ് എന്ന് പറയുന്നത്. മോസസ് എന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മതിലിന്റെ പുറത്തൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സിനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് മോസസ്. കണ്ടോ? ഇത് നമ്മുടെ ചുറ്റൊക്കെ ഉണ്ട്. ഇപ്പൊ കിണറിന്റെ ഒക്കെ വക്കത്ത് കാണാൻ പറ്റും, മതിലിന്റെ പുറത്ത് കാണാൻ പറ്റും. കണ്ടിട്ടുണ്ട്. പായൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മുടെ പായൽ എന്ന് പറയുമ്പോൾ ശരിക്കും ഇങ്ങനെ വഴുതി പോകുന്ന വഴുക്കലുള്ള ഒരു ഇതാണ്. അത് ഒത്തന്റിക് ശരിക്കും ആൽഗെ എന്ന് നമ്മൾ പറയണം. ഇത് പായലല്ല, ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. ബ്രയോഫൈറ്റ്സ് ആണ് ഇവർ. കേട്ടോ? ചെറിയ ചെറിയ പുല്ല് പോലെ നമുക്ക് ഇവരെ മണ്ണോട് അങ്ങോട്ട് ഇളക്കി അതേ ഷേപ്പിൽ കൊണ്ടുപോകാൻ പറ്റും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? യെസ്, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തണേ. യെസ്, അത് തന്നെ. ഇത് പാവിയോ ഷാഹിദെ? എന്താ ഉദ്ദേശിച്ചത്? അപ്പൊ അങ്ങനെയുള്ളവരാണ് ഈ മോസസ് എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന കാറ്റഗറിയിലുള്ളവരാണ്. ഇവരെ നമ്മൾ ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്നാണ് വിളിക്കണേ. വൈ? എന്തുകൊണ്ടാ? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തിനാ ഇവരെ നമ്മൾ ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് വിളിക്കാൻ കാരണം എന്താ? നോർമലി ആംഫീബിയൻസ് എന്ന് പറഞ്ഞ എന്താണ്? എക്സാമ്പിൾ പറഞ്ഞ, ആംഫീബിയന്റെ എക്സാമ്പിൾ പറഞ്ഞ ഫ്രോഗ് അല്ലെ? അതൊക്കെയാണ്. അതുപോലെ തന്നെ ടർട്ടിൽ, അതൊക്കെയാണ് നോർമൽ ആംഫീബിയൻസ് എന്ന് പറയണത്. കാരണം എന്താ? അവർക്ക് സോയിലിലും ജീവിക്കാൻ പറ്റും, അതേപോലെ വാട്ടറിലും ജീവിക്കാൻ പറ്റും. അല്ലേ അബ്ദുളെ? അങ്ങനെയുള്ളവരെയാണ് ആംഫീബിയൻസ് എന്ന് വിളിക്കണേ.
ഇവരെ നമ്മൾ പ്ലാന്റ്സിലെ ആംഫീബിയൻസ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ യെസ് ഐശ്വര്യ, ഇവര് രണ്ടിലും ജീവിക്കാനായിട്ട് ഇവർക്ക് ജീവിക്കാൻ ഒരു കഴിവുണ്ടെന്നുള്ളതല്ല, ഇവർക്ക് അങ്ങനെ ജീവിച്ചേ പറ്റുള്ളൂ. വാട്ടറിലും ഇവർക്ക് ജീവിക്കണം, സോയിലിലും ഇവർക്ക് ജീവിക്കണം. എന്നാലാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഇവരുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ ദേ ഹാവ് ടു ലീവ് ഇറ്റ് ബോത്ത് വാട്ടർ ആൻഡ് സോയിൽ. അതുകൊണ്ട് നമ്മൾ ഇവരെ എന്താ വിളിക്കുക? ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് വിളിക്കുന്നത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, നമുക്കറിയണം. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സ് ആണെന്ന് അറിയണം. ആൻഡ് വൈ ദേ കോൾഡ്, എന്തുകൊണ്ട് നമ്മൾ അവരെ അങ്ങനെ വിളിക്കുന്നു എന്നുള്ളത് അറിയണം. ബിക്കോസ് live in soil but dependent on water for sexual reproduction. Sexual reproduction കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എങ്ങോട്ട് പോയേ പറ്റുള്ളൂ? വാട്ടറിലേക്ക് പോയേ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്തെന്ന് വിളിക്കണേ? ആംഫീബിയൻസ് എന്ന് വിളിക്കണേ. ആൻഡ് ഓൾസോ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, ഇപ്പൊ നിങ്ങൾ ബ്രയോഫൈറ്റ്സ് പഠിക്കുകയാണെങ്കിലും ആൽഗെ പഠിക്കുകയാണെങ്കിലും ഏത് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് പഠിക്കുകയാണെങ്കിലും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട്. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവരെ കൊണ്ട് നമുക്ക് എക്കണോമിക്കലി എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്, ആൻഡ് നാച്ചുറൽ ആയിട്ട് അതിന് എന്താണ് അത് നമ്മുടെ നേച്ചറിന് കൊടുക്കണത് ഉള്ളതുകൊണ്ട്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം. അപ്പൊ അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്ലാന്റ് സക്സേഷൻ അല്ലെങ്കിൽ ഇക്കോളജിക്കൽ സക്സേഷൻ. ഈ കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. പ്ലാന്റ് സക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബ്രയോഫൈറ്റുകൾ, ഇപ്പൊ നിങ്ങൾ പിക്ചർ കണ്ടല്ലോ, ബ്രയോഫൈറ്റ്സിന്റെ പിക്ചർ കണ്ടില്ലേ? ഇവര് പാറപ്പുറത്തൊക്കെ ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പാറപ്പുറത്ത്, റോക്സിന്റെ ഒക്കെ പുറത്ത് ഇവര് പറ്റിപ്പിടിച്ച് ജീവിക്കും. അപ്പൊ ഇത് ഇന്ന് നടക്കുന്ന കാര്യമല്ല പറയണേ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവര് റോക്സിന്റെ പുറത്തൊക്കെ പറ്റിപ്പിടിച്ചിരുന്നിട്ട് ഇവര് ഒരു പ്രത്യേക തരത്തിലുള്ള ആസിഡിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഏത് ആസിഡാണ് എന്നൊന്നും നമുക്ക് പഠിക്കാനില്ല, ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആസിഡിനെ ഇവർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആസിഡ് ഈ പാറപ്പുറത്ത് വീണ് 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 കുറേ വർഷങ്ങൾ ഇത് തന്നെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുക. എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ റോക്ക് ഉണ്ടല്ലോ, പാറയുണ്ടല്ലോ, അത് ഡീഗ്രേഡ് ചെയ്ത് സോയിലായിട്ട് മാറും. ആ സോയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാറ പൊടിച്ചു കഴിഞ്ഞാൽ സോയിലായിട്ട് മാറുകയാണ്. അത് നമ്മൾ പൊടിക്കുകയല്ല, ഈ ആസിഡ് വീണ് 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 നാച്ചുറലി അതിങ്ങനെ എന്തായി മാറാണ്? സോയിലായിട്ട് മാറുകയാണ്. ആൻഡ് ആ സോയിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഫെർട്ടിലിറ്റി ഉള്ള സോയിലായിരിക്കും, ഭയങ്കര ഫെർട്ടൈൽ ആയിട്ടുള്ള, നമ്മൾ ഫലഭൂയിഷ്ടമായ എന്നൊക്കെ പറയും അല്ലേ, എന്തിട്ടാലും എന്തവിടെ കൊണ്ടിട്ടാലും നന്നായി വളരും, അത്തരത്തിൽ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ് ആ സോയിൽ. അപ്പൊ അങ്ങനത്തെ സോയിലാണ് നമ്മുടെ സൈക്കസ്, പൈനസ് എന്ന് പറയണ നമ്മുടെ ഊട്ടിയിലൊക്കെ കാണുന്ന പൈൻമരില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങൾ? കാണാത്തവരാരും ഇല്ലല്ലോ. അതിനെയാണ് നമ്മൾ ഈ സൈക്കസ് പൈൻ, ശരിക്കും പൈൻ എന്നല്ല പറയാ, പൈനസ് എന്നാണ് പറയാ. അപ്പൊ അങ്ങനെയുള്ള ഹയർ പ്ലാന്റ്സ് ഒക്കെ വളർന്നു വന്നത് ഇത്തരത്തിലുള്ള ഫെർട്ടൈൽ സോയിലിനുള്ളിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇന്ന് നടന്ന കാര്യമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന കാര്യമാണ്. ഇപ്പോഴിത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഓഫ് കോഴ്സ്, പക്ഷെ നമുക്ക് കാണാനൊന്നും പറ്റില്ല, കാരണം ഇത് വളരെ വർഷങ്ങൾ എടുത്ത് നടക്കുന്ന ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. കാരണം ഈ ആസിഡ് വീണ് വീണ് പാറയാണ് മണ്ണാവേണ്ടത് അല്ലേ ഹാദിയ? അപ്പൊ അത് പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് ഒന്നുമല്ല, സമയമെടുത്ത് മെല്ലെ 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 നടന്ന് അത് മണ്ണാവുന്നു. ആ മണ്ണിൽ ഹയർ പ്ലാന്റ്സ് എന്നാണ് നമ്മൾ പറയാം. ജിംനോസ്പേംസ് തൊട്ട് മുകളിലേക്കുള്ള പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ഹയർ പ്ലാന്റ്സ് എന്നാ പറയാ. കാരണം എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റും ആ പ്ലാന്റ്സിന് ഉണ്ടാവും. അവർക്ക് സൈലം ഉണ്ടാവും, ഫ്ലോയം ഉണ്ടാവും അല്ലേ? ഈ സൈലും ഫ്ലോയും ഒക്കെ എന്താ സാധനങ്ങള്? എന്താണ് സൈലം ഫ്ലോയൊക്കെ? കേട്ടുപരിചയം ഉണ്ടോ എവിടെയെങ്കിലും? ഉണ്ടോ അഭിനീ കൃഷ്ണ? സൈലം ഫ്ലോയം ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? IS ആൽബിൻ, ട്രാൻസ്പോർട്ടേഷന് വേണ്ടി സഹായിക്കുന്ന സെല്ലുകളാണ് സൈലം ആൻഡ് ഫ്ലോയം എന്നൊക്കെ പറയണത്. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ സൈലും ഫ്ലോയും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹയർ പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണം. ജിംനോസ്പേം ആണെങ്കിലും നമ്മുടെ ടെറിഡോഫൈറ്റ്സ് ആണെങ്കിലും ഒക്കെ ഹയർ പ്ലാന്റ്സ് ആണ്. അവരിലൊക്കെ സൈലവും ഫ്ലോയും വെസൽസ് അവരൊക്കെ പ്രസന്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ബ്രയോഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്കോളജിക്കൽ സക്സേഷൻ, അതർവൈസ് പ്ലാന്റ് സക്സേഷൻ. രണ്ട് ടേം നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എക്സാമിന് നമ്മളുടെ ഇക്കോളജിക്കൽ സക്സേഷൻ എന്നും ചോദിക്കാം, പ്ലാന്റ് സക്സേഷൻ എന്നും ചോദിക്കാം. എന്താണ് സംഭവം? ബ്രയോഫൈറ്റ്സ് ആസിഡ്സ് കൊണ്ട് നമ്മുടെ പാറകൾ, റോക്സ് ഡിഗ്രേഡ് ചെയ്ത് എന്തായി മാറുകയാണത്? അവിടെ സോയിലാണ്, ഫെർട്ടൈൽ സോയിൽ, വെറും സോയിലല്ല, ഫെർട്ടൈൽ സോയിൽ, നല്ല ഫെർട്ടിലിറ്റി ഉള്ള സോയിൽ ഉണ്ടാവണം. അവിടെ നമ്മുടെ ഹയർ പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് പ്ലാന്റ് സക്സേഷൻ. അപ്പൊ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ നിങ്ങൾക്ക് അത് എഴുതാം, പ്ലാന്റ് സക്സേഷന്റെ കാര്യം എഴുതാം. അതേപോലെ ബ്രയോഫൈറ്റ്സിന് വേറെയും യൂസസ് ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ഈ ബ്രയോഫൈറ്റിന്റെ നമുക്കറിയാം സെക്സ് ഓർഗൻസ് ഉണ്ടായിരിക്കും ഓഫ് കോഴ്സ്.
ആ സെക്സ് ഓർഗൻസിന്റെ പേര് നമുക്ക് നോക്കണം. മെയിൽ സെക്സ് ഓർഗനെയാണ് നമ്മൾ ആന്ത്രീഡിയം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ആന്ത്രീഡിയം. ആന്ത്രീഡിയം പറയാൻ കിട്ടണം കേട്ടോ. ആന്ത്രീഡിയം. ഫീമെയിൽ സെക്സ് ഓർഗനെയാണ് നമ്മൾ ആർക്കീഗോണിയം എന്ന് വിളിക്കുന്നത്. ആർക്കീഗോണിയം. അപ്പൊ ആന്ത്രീഡിയം, ആർക്കീഗോണിയം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ബ്രയോഫൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബട്ട് ഇതിനെ പറ്റിയൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറൊന്നുമില്ല കേട്ടോ. ബ്രയോഫൈറ്റ്സിൽ ആകെ കൂടെ ചോദിക്കുന്നത് ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിണ്ടത്തെ പറ്റി ചോദിക്കും, ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കും. അവിടെ നിങ്ങൾ ഇക്കോളജിക്കൽ സക്സേഷൻ എഴുതണം. പിന്നെയും കുറച്ച് ഇമ്പോർട്ടൻസുകൾ വരുന്നുണ്ട്, അതും എഴുതണം. അതാണ് സാധാരണ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ആന്ത്രീഡിയത്തെ പറ്റിയിട്ടും ആർക്കിഗോണിയത്തെ പറ്റിയിട്ടൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ കിട്ടണം കേട്ടോ. ആന്ത്രീഡിയം മെയിൽ സെക്സ് ഓർഗൻ ആണ്, ആർക്കിഗോണിയം ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം. ബ്രയോഫൈറ്റ്സിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഇത് അറിയണം കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ബ്രയോഫൈറ്റ്സിൽ ചോദിക്കുന്നതിൽ ഒരു ക്വസ്റ്റൻ ആണ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് അറിയണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പല മാമൽസ് ആയിക്കോട്ടെ, അതുപോലെ ബേർഡ്സ്, മറ്റ് അനിമൽസ് ഒക്കെ ഫുഡായിട്ട് കൂടുതലും കഴിക്കാറുണ്ട്. നമ്മുടെ ബ്രയോഫൈറ്റ്സ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ സാധാരണഗതിയിൽ എന്തായിട്ട് കഴിക്കുന്നുണ്ട്? ഫുഡായിട്ട്, ഭക്ഷണമായിട്ട് പലരും കഴിക്കുന്നുണ്ട്. മാമൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കൊറിയയിലും ചൈനക്കാരുടെ ഒക്കെ വീഡിയോസ് കാണാറില്ലേ? ഫുഡ് വീഡിയോസ് ഒക്കെ കാണാറില്ലേ? അതിൽ അവർ കഴിക്കുന്ന മെയിൻ ആയിട്ട് എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അവർ കൂടുതൽ കഴിക്കുക. സീ ഫുഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ സീ ഏരിയയിലെ ഓഷ്യൻ റിലേറ്റഡ് ഏരിയാസിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിനെ കഴിക്കും. ആൽഗെ വെറൈറ്റീസിന് അവർ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ബ്രയോഫൈറ്റ്സ് കാറ്റഗറിയിലൊക്കെ പെടുന്ന അവർ ഫുഡായിട്ട് കഴിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും കഴിക്കുന്നുണ്ട്. അപ്പോൾ മാമൽസും ബേർഡ്സും അതർ ആനിമൽസും ഒക്കെ ഫുഡായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രയോഫൈറ്റ്സിനെ. അതുപോലെ തന്നെ ബ്രയോഫൈറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പീറ്റ് മോസ് എന്ന് പറയുന്നത്. പീറ്റ് മോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രയോഫൈറ്റിലെ ഒരു പ്ലാന്റിന്റെ പേരാണ് സ്പാഗനം. പേര് പഠിച്ചോളൂ, സ്പാഗനം. അതായത് മക്കളെ, ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗ്രൂപ്പാണ്. അതിനകത്ത് കുറേ പ്ലാന്റുകൾ ഉണ്ട്. ബ്രയോഫൈറ്റ് എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറിയിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ആ പ്ലാന്റ്സിനൊക്കെ വേറെ വേറെ പേരുകളാണ്. അതിലെ ഒരു പ്ലാന്റിന്റെ പേരാണ് സ്പാഗനം എന്ന് പറയുന്നത്. സ്പാഗനത്തിൽ നിന്നാണ് നമ്മൾ പീറ്റ് മോസിനെ ഉണ്ടാക്കണേ. സ്പാഗനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൗഡങ് ഉണക്കി അത് ഫ്യുവലായിട്ട് യൂസ് ചെയ്യണ കാര്യം കേട്ടിട്ടുണ്ടോ? കൗഡങ് നന്നായിട്ട് ഉണക്കി എന്നിട്ട് നമ്മൾ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മളത് ഫ്യുവലായിട്ട് യൂസ് ചെയ്യും. അറിയോ അതിനെ പറ്റിയിട്ട്? അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ സ്വാഗനം എന്ന് പറയുന്നത്. സ്വാഗനത്തെ നമുക്ക് ഇതുപോലെ ഫ്യുവലായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ഉണക്കി നമുക്ക് പീറ്റ് മോസ് എന്നാണ് നമ്മൾ അതിനെ പറയണേ കേട്ടോ. പീറ്റ് മോസ് എന്നാണ് പറയണേ. അതിനെ നമുക്ക് ഉണക്കി നമുക്കത് ഫ്യുവൽ കത്തിക്കാനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് അതിനെ പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റ് മോസിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, വാട്ടറിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ആ വാട്ടറിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കഴിവ് ആർക്കുണ്ട്? പീറ്റ് മോസിനുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഇപ്പൊ ഏതെങ്കിലുമൊക്കെ രാജ്യത്തേക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സിനെ എക്സ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾക്ക് നല്ല ഫ്രഷ് ഫ്ലവേഴ്സ്, റെഡ് റോസസ് അയച്ചു കൊടുക്കണം. നോർമൽ നമ്മൾ അയച്ചു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? കൊറിയർ ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? അവിടെ എത്തുമ്പോഴേക്കും റോസ് ഒന്നും ഉണ്ടാവില്ല, ഉണങ്ങി കരിഞ്ഞൊരു തണ്ടുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പീറ്റ് മോസ് യൂസ് ചെയ്യാം. കാരണം ഇത് വെള്ളത്തെ അബ്സോർബ് ചെയ്ത് നിർത്തുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് വെള്ളം തെളിച്ചു കൊടുത്താൽ മതി, അവിടെ എത്തുന്നോളം അത് ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് എക്സ്പോർട്ടിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പീറ്റ് മോസ് എന്ന് പറയണേ. നമുക്ക് ആരാ പീറ്റ് മോസ് തരണേ? ബ്രയോഫൈറ്റിന്റെ ഏത് പ്രോഡക്റ്റ്, ഏത് പ്ലാന്റാ നമുക്ക് പീറ്റ് മോസിനെ തരണേ? അബ്ദുള്ളേ, പ്ലാന്റിന്റെ പേരേതാ? സ്പാഗനം. വെരി ഗുഡ്, സ്പാഗനം. പിന്നെതാ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഡീകമ്പോസ് റോക്സ് ഫോർ ദി ഗ്രോത്ത് ഓഫ് ഹയർ പ്ലാന്റ്. ആരെയാണ് ഡീകമ്പോസ് ചെയ്യണേ? വലിയ റോക്സിനെ. ബിക്കോസ് ആ റോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ പ്ലാന്റ്സിനെ കാണുക. അതിൽ പറ്റി പിടിച്ചിട്ടാണ് ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിനെ തന്നെ ഡീകമ്പോസ് ചെയ്ത് ഡിഗ്രേഡ് ചെയ്ത് ചെറുതാക്കി അതിനെ ചെറിയ സോയിൽ പാർട്ടിക്കിൾസ് ആക്കി മാറ്റി അവിടെയാണ് നമ്മുടെ ഹയർ പ്ലാന്റ്സുകൾ വളരുന്നത്. ആൻഡ് ആ ഹയർ പ്ലാന്റ്സ് ആ സോയിൽ എങ്ങനത്തെ സോയിലാവുന്ന പറഞ്ഞ നമ്മള്? എങ്ങനത്തെ ആയിരിക്കും ആ സോയിൽ ഉണ്ടായിരിക്കുക? എന്താ സോയിലിന്റെ സ്പെഷ്യാലിറ്റി? നോർമൽ സോയിൽ പോലെയാണോ അതോ എങ്ങനത്തെ സോയിലാ? പറഞ്ഞേ സന, പറഞ്ഞേ സോയിലിന്റെ സ്പെഷ്യാലിറ്റി എന്താ?
ഫെർട്ടൈൽ സോയിലാണ്. ഫെർട്ടൈൽ സോയിലാണ്. അപ്പൊ ഏത് വിത്ത് കൊണ്ടുപോയി ഇട്ടാലും അവിടെ വളർന്നോളും. അതാണ് ഇക്കണോമിക് ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മൾ കണ്ടു. അപ്പൊ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ബ്രയോഫൈറ്റ്സിനെ പറ്റി പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ. കമന്റ് ബോക്സിൽ ഒരു തംസപ്പ് തരോ? ഇസ് ദാറ്റ് ഓക്കെ ഫോർ യു? ഗീവ് മീ തംസപ്പ്. എന്തൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്? ബ്രയോഫൈറ്റ്സ്, ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്തായാലും പഠിക്കണം കേട്ടോ. നമുക്ക് അറിയണം. കാരണം ഓപ്ഷൻസിൽ മേ ബി ബ്രയോഫൈറ്റ് ഉണ്ടാവും, ടെറിഡോഫൈറ്റ് ഉണ്ടാവും, ജിംനോസ്പേം ഒക്കെ തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഓപ്ഷൻ തന്നിട്ടും ഉണ്ടാവണം, നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് അറിയണം ആരെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത്. ടെറിഡോഫൈറ്റ്സിനെ പറ്റിയിട്ടല്ല, ബ്രയോഫൈറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ടെറിഡോയും ബ്രയോ ആണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പൊ ബ്രയോഫൈറ്റ് ആണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. പിന്നെ അവിടെ പഠിക്കേണ്ടത് ഇക്കോളജിക്കൽ സക്സേഷൻ. ഓക്കെ. പിന്നെ സ്പാഗ്നം തരുന്ന പീറ്റ്മോസ്. അതാണ് മെയിൻ ആയിട്ട് അവിടെ നിന്ന് ചോദിക്കാറുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലെ? യെസ്. ഇനി നമുക്ക് ഈ ബ്രയോഫൈറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഈ ബ്രയോഫൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്നത്. ഒന്നാമത്തെ ആളാണ് ലിവർവോർട്സ്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പാണ് മോസസ്. ലിവർവോർട്സും മോസസും ഇവര് രണ്ടും വരുന്നത് ബ്രയോഫൈറ്റ്സിലാണ് കേട്ടോ. ബ്രയോഫൈറ്റ്സിലാണ് വരുന്നത് ലിവർവോർട്സ് ആൻഡ് മോസസ്. അപ്പൊ ലിവർവോർട്സിൽ നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ജെമ്മേക്കപ്പ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് കണ്ടോ അത്? ജെമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അണ്ടർലൈൻ ചെയ്തിട്ടോ, അത് ചോദിക്കും. ഏത് കളർ വെച്ചാണെങ്കിലും ഏത് കളർ വെച്ച് പെന്നാണെങ്കിലും നന്നായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടോ ആ ക്വസ്റ്റ്യൻ വരും. ജെമ്മേക്കപ്പിന് വേണം. ലിവർവോർട്സിൽ ആകെ കൂടെ ചോദിക്കുന്നത് ജെമ്മേക്കപ്പാണ്. ഓക്കെ. അപ്പൊ എന്താണ് നമുക്ക് ജെമ്മേക്കപ്പ് എന്ന് നോക്കാം. അപ്പൊ ലിവർവോർട്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇവർ വളരുന്നത് മെയിൻ ആയിട്ട് മോയിസ്റ്റ് ആയിട്ടുള്ള ഷാഡി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ്. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും വലിയ വലിയ മരത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മതിലിന്റെ പുറത്തോ റോക്കിന്റെ പുറത്തൊക്കെയാണ് ഇവർ ഈ ഗ്രൂപ്പ് മൊത്തം വളരുന്നത്. നമുക്കത് ഊഹിക്കാം. ആൻഡ് ഇവരുടെ ഇവർക്ക് റീപ്രൊഡക്ഷനെ പറ്റി പറയാനാണെങ്കിൽ സെക്ഷൽ ഉണ്ട്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷനിലൂടെയാണ് നടക്കുന്നത്. എന്താ ഫ്രാഗ്മെന്റേഷൻ? എന്താണ് ഫ്രാഗ്മെന്റേഷനിൽ നടക്കണേ? ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താ ഫ്രാഗ്മെന്റേഷൻ? പറഞ്ഞേ. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു മെത്തേഡാണത്. എന്താണ് ഈ ഫ്രാഗ്മെന്റേഷനിൽ നടക്കണേ? ഫ്യൂഷൻ നടക്കണ്ടോ? അവിടെ ഗ്യാമേറ്റ്സുകൾ വരുന്നുണ്ടോ? പിന്നെ എന്താ ആ പേരിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ആ പേരൊന്ന് ശ്രദ്ധിച്ചേ. ഫ്രാഗ്മെന്റേഷൻ, ഫ്രാഗ്മെന്റുകൾ ആവുക അല്ലേ അവന്തിക? എന്താണ് ഫ്രാഗ്മെന്റേഷൻ? അവന്തിക പോയോ? അൺമ്യൂട്ട് ചെയ്തേ മോളെ. യെസ്, വൈഗ. പറഞ്ഞോ. യെസ്, കേക്കാം. പറഞ്ഞോ. മോൾക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടോ അവന്തിക? യെസ് കേക്കാം. പറഞ്ഞോ. എന്താ ഫ്രാഗ്മെന്റേഷൻ? മറന്നുപോയിന്നാ? മറക്കണ്ട, പഠിച്ചില്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്? ഇല്ല. വൈ? ടൈം കിട്ടിയില്ലേ? ഓക്കെ. എത്ര സമയം വേണം പഠിക്കാൻ? എക്സാം ആയിരുന്നോ? അതുകൊണ്ട് ഇവിടുത്തെ പഠിക്കണ്ട. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ഇതുപോലെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് സ്കൂളിൽ എക്സാം ഉണ്ടാവും. അതറിഞ്ഞിട്ടല്ലേ ട്യൂഷന് ചേർന്നേ അല്ലേ? നിങ്ങൾ ഇവിടെ 90+ ചേർന്ന സ്കൂളിലെ എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് എങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. സ്കൂളിൽ എന്തായാലും എക്സാം ഉണ്ടാവും, ടെസ്റ്റുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇവിടെയും അതൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? പഠിച്ചു വരാൻ പറഞ്ഞാൽ പഠിച്ചിട്ട് വരണം. സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് ഒരു എക്സ്ക്യൂസേ അല്ല. ഫ്രാഗ്മെന്റേഷൻ എന്താന്ന് പറഞ്ഞു തന്നേ ഭാനുമതി. ആൽഗിയ ചെറിയ പീസായി. എന്നിട്ട് ആ പീസിനൊക്കെ എന്താ സംഭവിക്കണേ? ഓരോ
ഫ്രാഗമെന്റും ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരിക അല്ലേ? യെസ്, വെരി ഗുഡ്. എന്താ ഫ്രാഗമെന്റേഷൻ മക്കളെ? മെയിൻ ആയിട്ട് ഒരു പാരന്റ് പ്ലാന്റ് ഉണ്ടായിരിക്കും, മെയിൻ പ്ലാന്റ്. അത് ചെറിയ ചെറിയ ഫ്രാഗമെന്റ് ആവുക. ഫ്രാഗമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചെറിയ പീസസ് ആവുക, ചെറിയ ചെറിയ ഫ്രാഗമെന്റ് ആയി മാറുന്നു. എന്നിട്ട് അതിലെ ഓരോ ഫ്രാഗമെന്റും ഒരു എന്താണ് ഫുള്ളി ഗ്രോത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വളരാം. ഒറ്റയ്ക്ക് ഓരോന്നും. ഇത് വലിയൊരു പ്ലാന്റ് ആണ്, ഇതൊരു വലിയ പ്ലാന്റ് ആണെങ്കിൽ അത് ആദ്യം തന്നെ ചെറിയ ചെറിയ ഫ്രാഗമെന്റുകളായി മാറുന്നു. പിന്നീട് ഇതിലെ ഓരോ ഫ്രാഗമെന്റും എന്തായി മാറാണ്? ഇൻഡിവിജ്വൽ പ്ലാന്റുകളായിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബോഡീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതിനെയാണ് ഇപ്പൊ ഗോകുൽ ഗിരീഷ് ഒരു ഡെഫിനിഷൻ ഇട്ടിട്ടുണ്ട്. ഗോകുൽ ഏത് നീ സ്വന്തമായിട്ട് എഴുതിയതാണോ? എന്തായാലും ഞാൻ വായിക്കാം. ഫ്രാഗമെന്റേഷൻ is a type of sexual reproduction in which the body of an organism breaks into 2 or more fragments. ഒന്നോ അതിലധികമോ, കൂടുതലും 2 or more തന്നെ എന്തായാലും ഉണ്ടാവും, ഫ്രാഗമെന്റുകളായിട്ട് ബ്രേക്ക് ആവണു. എന്നിട്ട് ആൻഡ് ഈച്ച് ഫ്രാഗമെന്റ് ഡെവലപ്സ് ഇൻ ടു എ ന്യൂ ഇൻഡിവിജ്വൽ. അതിൽ ഓരോ ഫ്രാഗമെന്റും എന്തായി മാറുന്നു? ഒരു പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നു. ഇതിനെയാണ് ഫ്രാഗമെന്റേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ അവന്തിക? ഇത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽഗയിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രാഗമെന്റേഷൻ എന്താന്നുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ജെമ്മെ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള, അതായത് ഇത് ജെമ്മെ എന്ന് വെച്ചാൽ ഒരു ജെമ്മെ കപ്പ് പോലെയാണ്. ഇവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. നിങ്ങൾ ഈ ഡയഗ്രം എടുത്തേ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഡയഗ്രം എടുക്കോ? ടീച്ചർ ഇവിടെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം പേജ് നമ്പർ ഒന്ന് കമന്റ് ചെയ്താൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി. എത്ര പേജ് നമ്പർ വരണേ? 28 ആണ് കേട്ടോ. പേജ് നമ്പർ 28 എടുക്കുക. അതിനകത്ത് ഈ പിക്ചറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റണ ഈ സ്ട്രക്ചറിൽ ജെമ്മെ കപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്ന കണ്ടോ? ശരിക്കും നമ്മുടെ ഒരു കോൺ ഐസ്ക്രീം പോലെ തന്നെയാണ് അതിന്റെ സ്ട്രക്ചർ വരണേ. പേജ് നമ്പർ പലതും ആണല്ലോ. 34 ഉണ്ട്, 29 ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് മാറുന്ന അനുസരിച്ച്, അതായത് പലരും ഇപ്പോൾ റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും, അതാണ് ഈ പേജ് നമ്പറിൽ വ്യത്യാസം വരണേ കേട്ടോ. എന്തായാലും ഈ ഒരു പിക്ചർ കണ്ടുപിടിച്ചോ വേഗം. അതിനകത്ത് കണ്ടോ നിങ്ങൾ ജെമ്മെ കപ്പ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് കണ്ടോ? ശരിക്കും ഈ ഐസ്ക്രീം കോൺ ഐസ്ക്രീം പോലെ തന്നെയാണ് അതിന്റെ സ്ട്രക്ചർ വരണേ. ഇത് റിസപ്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതായത് വരുന്ന സ്പോർട്സിനെ, വരുന്ന ഗ്യാമേറ്റുകളെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഈ ജെമ്മെ കപ്പ് എന്ന് പറയുന്നത്. ഇത് റീപ്രൊഡക്റ്റീവിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആണ് ഈ ജെമ്മെ എന്ന് പറയുന്നത്. ഡെവലപ്പ് സ്മോൾ റിസപ്റ്റക്കിൾ. ഇവർ ജെമ്മെ കപ്പ് ആണ്. ഇവർ ഗ്രീൻ കളർ ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, എസെക്ഷൽ ബഡ്സ് ആണ്. വരുന്ന സ്പോർട്സിനെ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന റിസപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ജെമ്മെ കപ്പ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രയോഫൈറ്റ്സിൽ വരുന്ന എല്ലാ പ്ലാന്റ്സിനും, ഇത് ബ്രയോഫൈറ്റ്സ് മാത്രമല്ല, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെറിഡോഫൈറ്റ് ആയാലും ഇവരിലൊക്കെ 2 ലൈഫ് ഉണ്ട്. ഇവർക്ക് 2 ജന്മങ്ങളുണ്ട് അല്ലെ? 2 ലൈഫ് ഉണ്ട്. അതായത് ഇവർക്കൊരു ഗ്യാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി, പ്ലാന്റ് ലൈഫ് സൈക്കിൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ലൈഫും ഉണ്ടായിരിക്കും. 2 ജീവിതം ഉണ്ട് ഇവർക്ക്. ഗ്യാമിറ്റോഫൈറ്റിക്കും ഉണ്ട്, സ്പോറോഫൈറ്റിക്കും ഉണ്ട്. എന്താ വ്യത്യാസം? പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡിഫറൻസ് ആ തോന്നണേ? ഗ്യാമിറ്റോഫൈറ്റിക്, സ്പോറോഫൈറ്റിക്, എന്തേലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അത് ഒരേപോലെയാണോ? എന്തോ വ്യത്യാസം ഉണ്ട്. ഓഫ്കോഴ്സ്. ഫാത്തിമ സന, എന്താണ് തോന്നണേ? ഗ്യാമിറ്റോഫൈറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ ആരായിരിക്കും മെയിൻ ക്യാരക്ടേഴ്സ്? അവിടെ ആരായിരിക്കും? അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞോ. ഗ്യാമിറ്റോഫൈറ്റിക് എന്ന് പറയുമ്പോൾ അവിടുത്തെ മെയിൻ ക്യാരക്ടേഴ്സ് ആരാണ്? അവിടെ ആരാണ് ഇൻവോൾവ് ആവുന്നത് റീപ്രൊഡക്ഷനിൽ? അപ്പൊ സ്പോറോഫൈറ്റിക്കോ? സ്പോർസ് വരുന്നത് സ്പോറോഫൈറ്റിക്കില് അല്ലേ? ആരായിരിക്കും ഗ്യാമിറ്റോഫൈറ്റിൽ വരുന്നുണ്ടാവുക? ഗ്യാമേറ്റ്സ് അല്ലേ? ഗ്യാമേറ്റ്സ്. എന്താ ഗ്യാമേറ്റ്സ് മക്കളെ? ഡൗട്ട് ഉണ്ടോ? ഗ്യാമേറ്റ്സ് എന്താണെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടോ?
അതായത് നിങ്ങൾ എല്ലാവരും ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിച്ച ആൾക്കാരല്ലേ? 9th ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫാദർ, ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇപ്പൊ ഗ്യാമേറ്റ്സ് ഓൾറെഡി അറിയാവുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും, അവരിത് നോക്കണ്ട. അതിലെ ഫാദർ മദർ. അപ്പൊ ഫാദറിൽ നിന്ന് ആരാ വരുന്നേ? ഫാദറിൽ നിന്ന് വരുന്നതാണ് സ്പേം അല്ലേ? അറിയില്ലേ, പഠിച്ചല്ലേ നമ്മള്? മദറിൽ നിന്നാണ് എഗ്ഗ് വരുന്നത്. അപ്പൊ ഈ സ്പേമിന് ഈ എഗ്ഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയണം മക്കളെ? ഗ്യാമേറ്റ്സ് എന്ന് പറയണം. ഗ്യാമേറ്റ്സ്, ഇതാണ് ഗ്യാമേറ്റ്സ്. നമ്മൾ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുക്കുമ്പോൾ അതിനകത്ത് 2 ആളുകൾ ഫ്യൂസ് ചെയ്യണം. മെയിലിൽ നിന്ന് ഫാദറിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ മദറിൽ നിന്ന് വരുന്നതോ. ഇപ്പൊ പ്ലാന്റ്സ് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? മെയിലിൽ നിന്നും ഫീമെയിലിൽ നിന്നും വരുന്ന 2 കമ്പോണൻസ് തമ്മിൽ ഫ്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. എന്താ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആവണേ ഷാഹിദേ? അവിടെ ഫ്യൂഷൻ നടക്കുന്നുണ്ടെങ്കിൽ. ഇപ്പൊ നിങ്ങളിത് ഇവിടെ നിന്നല്ല, അത് എവിടെയാണെങ്കിലും ശ്രദ്ധിച്ചോളൂ. യെസ് ശിവാനി, ഫ്യൂഷൻ നടക്കുന്നുണ്ടെങ്കിലാണ് അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആവുള്ളൂ. എഴുതി വെച്ചോളൂ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ. ഫ്യൂഷൻ നടക്കുന്നില്ലെങ്കിൽ അതെന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ നമ്മുടെ നോർമലി ഹ്യൂമൻസിന്റെ എങ്ങനെയാ? സെക്ഷൽ ആണോ സെക്ഷൽ ആണോ? എന്തുകൊണ്ടാണ് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാൻ കാരണം ബിബിനെ? അവിടെ ഫ്യൂഷൻ ഉണ്ട്. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വരുന്ന ഗ്യാമേറ്റുകൾ അവിടെ ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാവണേ, നമ്മൾ ഉണ്ടാവണേ അല്ലേ? അതിലൊന്നും സംശയമില്ലല്ലോ ഓർക്കും. അപ്പൊ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ എവിടെയൊക്കെ ഫ്യൂഷൻ നടക്കുന്നുണ്ടോ ഗ്യാമേറ്റ്സുകൾ തമ്മിൽ, അവിടെ നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇവിടെ ഗ്യാമിറ്റോഫൈറ്റിക് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ എന്താ അവിടെ വരണേ? ഗ്യാമേറ്റ്സുകൾ ഇൻവോൾവ് ആണ്. ഗ്യാമേറ്റ്സ് എന്ന് പറയുമ്പോൾ അതെന്താ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇനി അടുത്തത് സ്പോറോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്യൂഷൻ ഒന്നുമില്ല. ഇവിടെ അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ മെയിലിൽ നിന്നോ ഫീമെയിലിൽ നിന്നോ ഇവിടെ നിന്നോ ആരും വരാനില്ല. ആദിയ ഇവിടെ പോയി. ഇവിടെ അങ്ങനെ ആരും ഫ്യൂഷൻ നടത്താനൊന്നും ഇവിടെ ആരും വരാനൊന്നുമില്ല. ഇവിടെ ഓൾറെഡി ഉള്ളത് തന്നെ സ്പോർസ് ആവുന്നു. ആ സ്പോർ ഡെവലപ്പ് ചെയ്യുന്നു, ഓരോരോ ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ സ്പോറോഫൈറ്റിക്കില് സ്പോർസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. സ്പോർസ്. ഗ്യാമറ്റോഫൈറ്റില് ഗ്യാമേറ്റ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് മനസ്സിൽ ഉറപ്പിക്കും കേട്ടോ. ഇതിൽ ഇനി വ്യത്യാസമൊന്നുമില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾ ടെറിഡോഫൈറ്റ്സിലാണെങ്കിലും ഇത് കേൾക്കും. അതും ഇതേപോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് 2 പ്ലാൻ ബോഡി ഉണ്ട്. അപ്പോൾ ഗ്യാമറ്റോഫൈറ്റിക് പ്ലാൻ ബോഡിയും ഇവർക്കുണ്ട്, സ്പോറോഫൈറ്റിക് പ്ലാൻ ബോഡി ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഇവർക്ക് 2 ജീവിതമുണ്ട്. ഇവർക്ക് 2 ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലാണ് അവരുടെ ജീവിതം കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് ഒരു കാലഘട്ടം വരെ അവർ ഗ്യാമറ്റോഫൈറ്റിക് ആയിട്ട് ജീവിച്ചാൽ പിന്നീടുള്ള കാലഘട്ടം അവർ സ്പോറോഫൈറ്റിക് ആയിട്ടാണ് ജീവിക്കാം. ആൻഡ് ഓൾസോ ഇത് സൈക്ലിക്കും കൂടെയാണ്. എന്ന് വെച്ചാൽ എന്താ? ആദ്യം സ്പോറോഫൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് അവർ എന്തായി മാറും? ഗ്യാമറ്റോഫൈറ്റ് ആവും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എഗെയിൻ എന്താവും? സ്പോറോഫൈറ്റ് ആവും. അത് കഴിഞ്ഞാൽ വീണ്ടും അവർ ഗ്യാമറ്റോഫൈറ്റ്. അപ്പൊ ഇതിങ്ങനെ ലൈഫ് സൈക്കിൾ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇത് രണ്ടും പഠിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് പഠിക്കാം? ഇവരുടെ സ്പോറോഫൈറ്റിക് ബോഡിയുടെ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. സ്പോറോഫൈറ്റിക് ആയിട്ട് ഇവർ ജീവിക്കുമ്പോൾ ഇവരുടെ ബോഡിയിൽ ആരൊക്കെയാണ് പ്രസന്റ് ആയിരിക്കണേ നോക്കാം. അതിൽ വരുന്ന ആൾക്കാരാണ് ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. കണ്ടോ? നിങ്ങൾ ഈ സ്ട്രക്ചർ നോക്കിക്കേ. അവിടെ നിങ്ങൾക്ക് ഒരു സെക്ഷൻ തൊട്ട് അടുത്ത സെക്ഷൻ വരെ ഇങ്ങനെ ബ്രാക്കറ്റിൽ സ്പോറോഫൈറ്റ് എന്ന് കാണിച്ചിരിക്കണ കണ്ടോ? അത് അവരുടെ സ്പോറോഫൈറ്റിക് പ്ലാൻ ബോഡിയാണ്. ആ ഭാഗം മാത്രം യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? സ്പോറോഫൈറ്റിക് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ തൊട്ട് താഴെ ഗ്യാമറ്റോഫൈറ്റിക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭാഗം യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യണേ? ഗ്യാമറ്റോഫൈറ്റിക് അവരുടെ ആ ലൈഫ് സൈക്കിൾ അവർ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ സ്പോറോഫൈറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഇത് ഐഡന്റിഫൈ ചെയ്യാനും ലേബൽ ചെയ്യാനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അറിയണം കേട്ടോ. ഐഡന്റിഫൈ ആൻഡ് ലേബൽ എന്നുള്ള ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. കണ്ടോ നിങ്ങൾ? അതൊന്ന് ഇമ്പോർട്ടന്റ് ആണെന്നൊന്ന് എഴുതിയിട്ടോളൂ കേട്ടോ. ഓക്കെ, ഇത് ഫ്യൂണേറിയയുടെ ഇമേജ് ആണ്. ഫ്യൂണേറിയ കണ്ടോ? നിങ്ങൾ താഴെ പേരുകളൊക്കെ, എല്ലാത്തിന്റെ പേരുകൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്യൂണേറിയ എന്ന് പറയുന്ന പ്ലാന്റിന്റെ പേരാണിത്. നമ്മുടെ ബ്രയോഫൈറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ഫ്യൂണേറിയ കേട്ടോ. അതിന്റെ സ്ട്രക്ചർ ആണ് ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അത് പഠിക്കണം.
അപ്പൊ എന്താ സംഭവിക്കുന്നത്? മിയോസിസിനൊക്കെ ശേഷം സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്യാപ്സ്യൂളിനകത്താണ്. ക്യാപ്സ്യൂളിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കേ, കറക്റ്റ് ഇങ്ങനെ തന്നെയാണല്ലേ, ഒരു ക്യാപ്സ്യൂൾ ഷേപ്പിൽ തന്നെയാണ് ഇതിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഇതിനകത്താണ് ഈ സ്പോർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. മിയോസിസ് കഴിഞ്ഞ് സ്പോർസ് ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ, ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നിങ്ങളോട് ഒരു ദിവസത്തില് പഠിക്കാൻ പറഞ്ഞ, നിങ്ങൾക്കൊരു ഓപ്ഷൻ തരികയാണ്, ഒരു ദിവസത്തില് പഠിക്കാൻ പറഞ്ഞ നിങ്ങൾ ഏത് ടൈമാ തിരഞ്ഞെടുക്കുക? കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് ഏത് സമയത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, പാതിരാത്രി, എപ്പോൾ ഇരുന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചോദിക്കുകയാണ്, ഏത് നേരത്തെ ഇരുന്നാലും പഠിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ടൈം ഏതാ പഠിക്കാൻ? ഞാൻ പഠിക്കാറേ ഇല്ല മിസ്സേ, പിന്നെ എന്തിനാ സമയം? അതാണോ കമന്റ് ചെയ്യാത്തെ? നൈറ്റ്, മോർണിംഗ്, ഏർലി മോർണിംഗ്, രാവിലെ, മോർണിംഗ്, രാത്രി, ലേറ്റ് നൈറ്റ്. എല്ലാവർക്കും രാത്രിയാണ് കൂടുതലും പഠിക്കാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ അതാണ് നിങ്ങളുടെ ഫേവറബിൾ കണ്ടീഷൻ. പഠിക്കാനുള്ള സമയത്തെ പറ്റി നോക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ഫേവറബിൾ കണ്ടീഷൻ. ആ സമയത്ത് ഏർലി മോർണിംഗ്, മോർണിംഗ് നൈറ്റ്. ഓക്കെ, ശരി. അപ്പൊ ഇത് ഈ നമുക്കൊരു ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് അതാണ്. ആ സമയത്ത് നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്താണ് ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്യണേ. ജെർമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സീഡ് ജെർമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിത്ത് മുള പൊട്ടുക, അല്ലേ? മുളച്ച് പൊന്തി വരിക, അതാണ് ഈ ജെർമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ. അതേപോലെ തന്നെ നമ്മുടെ സ്പോറും ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ട് വളർന്നു വരുന്നു. ആൻഡ് ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ആര് ഫോം ചെയ്യണേ? നമ്മുടെ ഗ്യാമിറ്റോഫൈറ്റ് ഫോം ചെയ്യണം. ഇനി ഈ ഗ്യാമിറ്റോഫൈറ്റിൽ തന്നെ 2 ടൈപ്പ് ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ട്. മെയിൽ ഗ്യാമിറ്റോഫൈറ്റും മെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്. എന്തായിരുന്നു പേര്? രണ്ടിന്റെ പേരെന്തായിരുന്നു? മെയിലിന്റെയും ഫീമെയിലിന്റെയും? നിങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞേ, നോക്കിയിരിക്കുക. പ്രയോഫൈറ്റ്സിലെ മെയിൽ സെക്സ് ഓർഗന്റെയും ഫീമെയിൽ സെക്സ് ഓർഗന്റെയും പേരെന്തായിരുന്നു? അത് ഏതിന്റെയാണ് വൈഗ? ആഗ്നസേ പറഞ്ഞേ. ആന്ത്രീഡിയം മെയിൽ സെക്സ് ഓർഗൻ. പിന്നെ ആർക്കിഗോണിയം. ആന്ത്രീഡിയവും ആർക്കിഗോണിയും. അപ്പോൾ ഈ സ്പോർസ് ഡെവലപ്പ് ചെയ്തിട്ട് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ആയിട്ടാണ് മാറുന്നത്. ആരൊക്കെയാ അത്? ആന്ത്രീഡിയും ആർക്കിഗോണിയും. ഇനി എന്താ സംഭവിക്കുന്നുണ്ടാവുക? മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടായി, ഫീമെയിൽ ഉണ്ടായി. ഇനി എന്തൊട്ടുണ്ടാവുക എന്ന്? ഗ്യാമേറ്റുകൾ റിലീസ് ചെയ്യും, അല്ലേ? മെയിലിൽ നിന്ന് ഗ്യാമേറ്റ് റിലീസ് ആവും, ഫീമെയിലിൽ നിന്ന് ഗ്യാമേറ്റ് റിലീസ് ആവും. അത് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു, അങ്ങനെ സൈഗോട്ട് ഉണ്ടാവുന്നു. ആ സൈഗോട്ട് പിന്നീട് സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ സൈക്കിൾ എങ്ങനെയാ വരണേന്ന് മനസ്സിലായോ? ഇവർ രണ്ടുപേരും എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കണേന്ന് മനസ്സിലായോ? ഈ പറയുന്ന സ്പോറോഫൈറ്റും ഗ്യാമിറ്റോഫൈറ്റിക് ലൈഫ് സൈക്കിള് രണ്ടും കൂടെ എങ്ങനെയാ കണക്റ്റഡ് ആയിരിക്കണേന്ന് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കണേന്ന് പറഞ്ഞുതരാം. ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഫുഡ്, സീറ്റ് ആൻഡ് ക്യാപ്സ്യൂള്. അത് ക്ലിയർ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കൂ കേട്ടോ, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ക്യാപ്സ്യൂളിനകത്ത് ആരുണ്ടെന്നാ നമ്മൾ പഠിച്ചേ? ക്യാപ്സ്യൂളിനകത്ത് ആരാ ഉള്ള? സ്പോർസ് ഉണ്ട്. ഈ സ്പോർസ് അവർക്ക് ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ, അതായത് അവർക്ക് ജെർമിനേറ്റ് ചെയ്യാം എന്ന് പറ്റുന്ന രീതിയിലുള്ള, അപ്പോൾ ഇവരുടെ ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, അവർക്ക് പറ്റുന്ന ടെമ്പറേച്ചർ ആവണം, അവർക്ക് പറ്റുന്ന ഹ്യൂമിഡിറ്റി ആവണം, അവർക്ക് പറ്റുന്ന മോയ്സ്ചർ ലെവൽ ആവണം. ഇതെല്ലാം അവർക്ക് ഓക്കെ ആയ സമയമാകുകയാണെങ്കിൽ ഈ സ്പോർസ് ഈ ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, അവർ ജെർമിനേറ്റ് ചെയ്യുന്നു. ജെർമിനേറ്റ് ചെയ്തിട്ട് അവർ ആരെന്നെ നമുക്ക് തരണേ? സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആരെന്നെ കിട്ടണേ? ഗ്യാമേറ്റ്സുകളെ കിട്ടുന്നു. ഗ്യാമേറ്റ്സ്. അതുവരെ ക്ലിയർ ആയോ? സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഗ്യാമേറ്റ്സ് പെർഫോം ചെയ്യണു എന്നുള്ളത് വരെയുള്ളത് ക്ലിയർ ആണോ അശ്വജിത്തെ? ക്ലിയർ ആയോ?
ഇനി ഈ ഗ്യാമേറ്റ്സ് രണ്ടെണ്ണം ഉണ്ട്. മെയിൽ ഗ്യാമേറ്റും ഉണ്ടാവുന്നുണ്ട്, ഇതേപോലെ തന്നെ ഫീമെയിൽ ഗ്യാമേറ്റും ഉണ്ടാവുന്നുണ്ട്. ഈ മെയിലും ഫീമെയിലും ഗ്യാമേറ്റ്സുകൾ പിന്നീട് എന്താ സംഭവിക്കണേ? ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂഷൻ. ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്ത് അവിടെ എന്താ ഫോം ചെയ്യുക? അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഗ്യാമേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ഉണ്ടാവുക? അഭിനയ് കൃഷ്ണ, ഹാദിയ, ആരാ ഫോം ചെയ്യണേ? സൈഗോട്ട്. ഇതൊക്കെ നമുക്ക് അറിയാട്ടോ. സൈഗോട്ട്. ഈ സൈഗോട്ടാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ആരായി മാറണേ? നമ്മുടെ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആയിട്ട് മാറുന്നത്. സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ ഇത്, ഈ ഫുഡ് സീറ്റ ക്യാപ്സ്യൂള്. പിന്നെ വീണ്ടും ക്യാപ്സ്യൂളിൽ നിന്ന് സ്പോറ് റിലീസ് ആവണു, അത് ഡെവലപ്പ് ചെയ്ത് ഗ്യാമേറ്റ് ആവണു, ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്തു, സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ട് പിന്നെ ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റിക് ആയി. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. കിട്ടിയോ? മനസ്സിലായോ ഇപ്പോ ആദിത്യ? കിട്ടിയോ? സെറ്റാണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ബ്രയോഫൈറ്റ് എന്താണ് ഉണ്ടായി, അത് അവസാനിക്കുന്ന ഡിസ്ട്രോയ് ആയി പോകുന്നത് വരെ ഈ രണ്ട് രീതിയിലും അവർ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഗ്യാമറ്റോഫൈറ്റിക് ആയിട്ടും അവർക്കൊരു ലൈഫ് സൈക്കിൾ ഉണ്ട്, സ്പോറോഫൈറ്റിക് ആയിട്ടും അവർക്കൊരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ഉണ്ടായി, ഈ സൈഗോട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സ്പോറോഫൈറ്റ് ആയിട്ടാണ് മാറണേ, ഫുഡ് സീറ്റ ക്യാപ്സ്യൂള്. പിന്നീട് ഈ ക്യാപ്സ്യൂളിൽ നിന്ന് വീണ്ടും സ്പോർ ഉണ്ടാവുന്നു, ആ സ്പോർസ് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നു, ഗ്യാമേറ്റ് ഉണ്ടാവുന്നു, അത് ഫ്യൂസ് ചെയ്യണു, സൈഗോട്ട് ഉണ്ടാവുന്നു, റിപ്പീറ്റ്. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ? അപ്പൊ ഈ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ ഒന്ന് വേഗം ഓൺ ചെയ്ത് വെച്ചാൽ ഉപകാരമായി. ഹാദിയ, അഭിനയ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. അഭിനയ് എന്താ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്ത് പോണേ? നിജില ഓൾറെഡി ഇൻഫോംഡ് ആണ്. അനു ഇൻഫോം ചെയ്തിട്ടില്ല. എന്താണ് അനുവിന്റെ ഇഷ്യൂ? ബേസിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. മോസസിൽ നമ്മൾ പറഞ്ഞു, ബ്രയോഫൈറ്റ്സിൽ വരുന്നതിന്റെ എക്സാമ്പിൾസ് ആണ് ഫ്യൂണേറിയ, പോളിട്രിക്കം, സ്വാഗനം. സ്വാഗനത്തിന്റെ ചാർജ് ഇല്ല, ചാർജ് ചെയ്ത് വെക്കേണ്ട ബേസിലെ ക്ലാസ് 1.5 മണിക്കൂർ ക്ലാസ് ആണെന്ന് മുന്നേ അറിയില്ലേ? സ്വാഗനം നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു അല്ലേ? സ്വാഗനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതായിരുന്നു? സ്വാഗനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരുന്നു? യെസ്, പീറ്റ്മോസ്. പേര് മറക്കണ്ട, പീറ്റ്മോസിനെയാണ് നമുക്ക് കിട്ടുക. യെസ്, പീറ്റ്മോസ്. പിന്നെ ഫ്യൂണേറിയയുടെ കാര്യം നമ്മൾ പഠിച്ചു. അവിടെയാണ് നമ്മൾ ക്യാപ്സ്യൂളും സീറ്റിംഗ് ഫൂട്ടൊക്കെ പഠിച്ചത്. അത് എന്താ ലേബൽ ചെയ്യാനൊക്കെ അറിയണം കേട്ടോ. ദെൻ പോളിട്രിക്കം. ഇനി ലിവർ വോട്ട്സ് കഴിഞ്ഞ് നമ്മൾ മോസസിലേക്ക് വരികയാണെങ്കിൽ, മോസസിന് 2 ലൈഫാണുള്ളത്. മോസസിന്റെ ജീവിതത്തിൽ 2 സ്റ്റേജസ് ആണുള്ളത്, പ്രോട്ടോണിമ സ്റ്റേജും ലീഫി സ്റ്റേജും. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം ഇങ്ങനെ 2 സ്റ്റേജ് ഉണ്ട് അവരുടെ ജീവിതത്തിൽ. അത് അറിഞ്ഞേക്കാം, പ്രോട്ടോണിമ സ്റ്റേജും ലീഫി സ്റ്റേജും. ഓക്കെ, അപ്പൊ യെസ്, ഇത്രയുമാണ് നമുക്ക് ബ്രയോഫൈറ്റ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ ബ്രയോഫൈറ്റ്സ് ഒന്ന് ഓടിച്ചു നോക്കിക്കേ മക്കളെ, ടെക്സ്റ്റ് തുറന്നു വെച്ച് ബ്രയോഫൈറ്റ്സ് ഒന്ന് ഓടിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് അവിടെ ഇവിടെ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് പോവാം. ഷാഹിദെ, എല്ലാവരും ഒന്ന് നോക്കിക്കേ, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു വെക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാറുണ്ടോ മക്കളെ? ഉണ്ടോ? കാണുമ്പോൾ വലിയ ഭീകരമായിട്ട് തോന്നുമെങ്കിലും വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവണം. നിങ്ങളിൽ എത്ര പേര് മോസസ് ഒന്നുകൂടെ പറയാം? മോസസിൽ ഒന്നുമില്ല മോളെ, മോസസിന് 2 ലൈഫ് സ്റ്റേജസ് ഉണ്ട്. അതിലൂടെ കടന്നു പോയാലാണ് അതിന്റെ ജീവിതം കംപ്ലീറ്റ് ആവുള്ളൂ. ലീഫി സ്റ്റേജും പ്രോട്ടോണിമ സ്റ്റേജും. ആ പേര് മാത്രമേ നോട്ട് ചെയ്താൽ മതി. അത് നമുക്ക് എന്താണ് ആ സ്റ്റേജിൽ നടക്കണേ അതൊന്നുമില്ല. ഞാൻ എന്തോ പറയാൻ വന്നല്ലോ. നിങ്ങളിൽ എത്ര പേര് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ടല്ലോ, നീറ്റ്, അങ്ങനെ കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ഇല്ലേ? അതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കാൻ എത്ര പേരുണ്ട്? ആരതി ഉണ്ട്, പിന്നെ അവന്തിക ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെയൊക്കെ എയിം എന്താ മക്കളെ? ബാക്കിയുള്ളവരുടെ ഒക്കെ എന്താവാനാണ് നിങ്ങളുടെ ആഗ്രഹം? ആരും ചോദിക്കാത്ത വെറൈറ്റി ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചില്ലേ? നിങ്ങൾക്കൊക്കെ ആരാവാനാ, എന്താവാനാ ആഗ്രഹം?
പറയൂ, ചിരിച്ചിരിക്കുക അവിടെ. അത് പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ. +1 ഒക്കെ കഴിയട്ടെ, +2 ഒക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണോ? ഫോറൻസിക് സർജൻ, പക്ഷെ അച്ഛന് ഇഷ്ടമല്ല. ഓ ശിവാനി, സോ സാഡ്. അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കൂ, എന്നിട്ട് പഠിക്കൂ, ഫോറൻസിക് സർജൻ ആയി വരൂ, അപ്പൊ അച്ഛന് ഇഷ്ടവും. സ്പീച്ച് തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ നഴ്സിംഗ്, രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന പ്രൊഫഷൻസ് ആണല്ലോ ഐശ്വര്യ. +2 കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതൊക്കെ ഇപ്പൊ കഴിയൂട്ടോ. +2 കഴിയട്ടെ എന്ന് വിചാരിക്കണ്ട, അതപ്പോ ഇപ്പൊ തീരും. നിങ്ങൾക്ക് സ്കൂൾ അഡ്മിഷൻ എടുത്തിട്ട് ഇപ്പൊ എത്ര, ഒരു മാസം ആവാനാ പോണേ. അതുപോലെ തീരും +1 +2 ഒക്കെ. ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചോ. അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ, ഏത് കോളേജ് വേണം, എന്ത് പഠിക്കണം, എന്ത് കോഴ്സ് എന്നൊക്കെ ഒരു ഐഡിയ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. ബാക്കി ആർക്കും ഒരു തീരുമാനം ഇല്ല ആണോ? അബ്ദുള്ള എന്താ അത്ര സീരിയസ് ആയിട്ടിരിക്കണേ? അഭിനി, എന്തെങ്കിലും ആയാ മതി. പൈലറ്റ് ആകണം ആഗ്രഹം. 1 crore 40 lakh വേണം, അതുകൊണ്ട് ഫാമിലിക്ക്. ഓക്കെ ഷാഹിദെ, അതിന് സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട് ഷാഹിദെ. പഠിക്കും നീ നന്നായിട്ട്, സ്കോളർഷിപ്പ് മേടിക്കും, എന്നിട്ട് പൈലറ്റ് ആവും. ഫോറൻസിക് ഓർ ക്രിമിനോളജി, ക്രിമിനൽസുമായിട്ട് ഡീൽ ചെയ്യാനാണ് വൈകിക്ക് ഇഷ്ടം. ഓക്കെ, പിന്നെ വെറൈറ്റി ഒന്നുമില്ല, ആഗ്രഹങ്ങളൊന്നുമില്ല ആർക്കും. അഭിനി, എന്താണ് അഭിനി ഒന്നും മിണ്ടാതിരിക്കണേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കണോ? എല്ലാവരുടെ അടുത്തും ഇൻഡിവിജ്വൽ ആയിട്ട് നിന്റെ ആഗ്രഹം എന്താ അങ്ങനെ ചോദിക്കണോ? അശ്വജിത്തെ, ഒന്ന് കമന്റ് ചെയ്തടാ. എന്താ നിങ്ങളുടെയൊക്കെ എയിം എന്താ? അതിന് ഡയറക്റ്റ് ടെറിഡോഫൈറ്റിലേക്ക് പോയാൽ മതിയോ? അതാണ് മിണ്ടാതിരിക്കണേ. ഞാണെങ്കിൽ ശരി, ടെറിഡോഫൈറ്റിലേക്ക് പോവാം. IAS ആവണമെന്നാണ് ആഗ്രഹം. വെരി ഗുഡ്. ഡാറ്റ സയന്റിസ്റ്റ്, നല്ല സ്കോപ്പ് ഉള്ളൊരു മേഖലയാണ് ഇപ്പോ. ഫാത്തിമ സന, 1 crore സ്കോളർഷിപ്പ് ഉണ്ടോന്ന് എനിക്കറിയില്ല ഷാഹിദെ, ബട്ട് സ്റ്റിൽ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട് ഇഷ്ടപ്രകാരം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ വിചാരിക്കണ പ്രൊഫഷനിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ +2 നിങ്ങളോട് ചോദിക്കും, അപ്പോഴും നിങ്ങൾ ഉത്തരം പറഞ്ഞ് സഹകരിക്കണം. ഓക്കെ, അപ്പൊ മോസസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റേജസ് 2 സ്റ്റേജ് ആണുള്ളത്. പ്രോട്ടോണിമ സ്റ്റേജ് ആൻഡ് ലീഫി സ്റ്റേജ്. അത്രയും മതി, അതിൽ വേറെ ഒന്നും നമുക്കൊന്നും നോക്കാനില്ല. മെയിൻ ക്വസ്റ്റ്യൻസ് വരില്ല, അത്രയാണ് ആ ഭാഗത്തുനിന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയോ, പ്രയോഫൈറ്റ്സ് നോക്കിയോ? പൈലറ്റ് ഞാൻ വിടുകയാണ്, അങ്ങനൊന്നും പറയല്ലേ നീ. പൈലറ്റ് ഒക്കെ ആവാൻ പറ്റും. എത്രയോ പേരാവണം, എല്ലാവരും 1,40,00,000 കൈ വെച്ചോണ്ടാണോ പൈലറ്റ് ആവാൻ പോണേ? ആണോ? അതൊക്കെ നമുക്ക് സെറ്റ് സ്കോളർഷിപ്പ് ഉണ്ടാവും, ലോൺ ഉണ്ടാവും, പല ഐഡിയ ഓപ്ഷൻസ് ഉണ്ടാവും അതിനൊക്കെ. പൈലറ്റ് എന്ന് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഏത് പ്രൊഫഷൻ വിചാരിച്ചാലും അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. എല്ലാത്തിനും വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പ്രയോഫൈറ്റ്സ് ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാം? ടെറിഡോഫൈറ്റ്സിലേക്ക് പോകാം. അപ്പൊ ഇതിന് ടെറിഡോഫൈറ്റ്സ് എന്നാണ് പറയാ. പി അവിടെ സൈലന്റ് ആണ്. ഓക്കെ, ഫ്രണ്ട്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ടെറിഡോഫൈറ്റ്സ് ആണ്. ഈ ടെറിഡോഫൈറ്റിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്, അവരുടെ പേരുകൾ എന്ന് പറയുന്നത് ഹോൾസ്റ്റെയിൽസ് ആൻഡ് ഫേൺസ്. ഫേൺസും അതുപോലെ ഹോൾസ്റ്റെയിൽസ് ഒക്കെയാണ് കോമൺ ആയിട്ട് ടെറിഡോഫൈറ്റിന്റെ ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ്സ്. ഓക്കെ, ഇവരുടെ മെയിൻ ഉപയോഗം എന്ന് വെച്ചാൽ ഒരു മെഡിസിനൽ പർപ്പസ് ഉണ്ട്. ഇവർക്ക് ഒരുപാട് മെഡിസിനൽ പർപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആയുർവേദം അല്ലെ, അങ്ങനത്തെ പല കാര്യങ്ങളിലും നമുക്ക് ഈ ടെറിഡോഫൈറ്റുകളെ കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ആയുർവേദത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പല ഭയങ്കര മൂല്യമുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അത് കണ്ണിപ്പെടാത്ത അത്രയും ചെറുതായിരിക്കും, നമുക്ക് പെട്ടെന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാവും, ബട്ട് നമുക്കത് അറിയുന്നവർക്ക് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അത്രയും ചെറുതായിരിക്കും. കാരണം അവർക്ക് ഈ ഒരു ടെറിഡോഫൈറ്റ് കാറ്റഗറിയിൽ വരുന്നവരാണ്. ടെറിഡോഫൈറ്റ് എന്ന് പറയുമ്പോൾ അധികം വലിപ്പോ സൈസോ ഒന്നും ഉണ്ടാവില്ല, മനസ്സിലായോ? വളരെ സൈസൊക്കെ വളരെ കുറവായിരിക്കും ടെറിഡോഫൈറ്റ് കാറ്റഗറിയിൽ. അപ്പൊ മെഡിസിനൽ പർപ്പസ് ഒരുപാടുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ. അതുപോലെ സോയിൽ ബൈൻഡേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ റൂട്ട്സ് ഉണ്ടല്ലോ, ടെറിഡോഫൈറ്റിന്റെ റൂട്ട്സ്, ഈ റൂട്ട് നമ്മുടെ സോയിലുമായിട്ട് ഭയങ്കര ബൈൻഡിങ് ആയിരിക്കും. ഭയങ്കരമായിട്ട് ബൈൻഡ് ചെയ്ത് നല്ല രീതിയിൽ ജോയിൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ സോയിലും ഇവരുടെ റൂട്ടും ഭയങ്കരമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക. ലോൺ കിട്ടും. നമുക്ക് ഐശ്വര്യ പറയുന്നുണ്ട് കേട്ടോ, ഷാഹിദിന്റെ അടുത്ത് ലോൺ കിട്ടും, ടെൻഷൻ ഇല്ലാന്ന് പറയുന്നുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവരെ സോയിൽ ബൈൻഡേഴ്സ് എന്ന് പറയാറുണ്ട്. ടെറിഡോഫൈറ്റ്സിനെ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണേ? ഇവരുടെ റൂട്ട് സോയിലുമായിട്ട് ഭയങ്കരമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കാണണേ. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സോയിൽ ബൈൻഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഓർണമെന്റൽ പർപ്പസ് എന്ന് വെച്ചാൽ എന്താ? ഓർണമെന്റൽ പർപ്പസ് എന്താണ്?
ഓർണമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണോ? മാലയും കമ്മലായിട്ട് ഇടുന്നാണോ പറയണേ? അല്ല. എസ്തറ്റിക് അല്ലേ? ഭംഗി. ഇവരെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വീട്ടിൽ വെക്കാൻ അല്ലെങ്കിൽ നമ്മളൊന്ന് അലങ്കരിക്കാൻ അല്ലെ, അലങ്കോലപ്പണികൾ അതിനൊക്കെ ഉപയോഗിക്കും വരാൻ. അങ്ങനെ എസ്തറ്റിക് പർപ്പസ് ഉണ്ട് ഇവർക്ക്, കാണാൻ ഭംഗിയുള്ളതാണ്. ഓർണമെന്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. വീട്ടിൽ വളർത്താനും ഒക്കെ ആയിട്ട് ഗാർഡൻ ഏരിയാസിലൊക്കെ വളർത്താനൊക്കെ നമ്മൾ ഇവരെ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ടെറിഡോഫൈറ്റ്. അപ്പൊ ഇവരിലാണ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വാസ്കുലാർ ടിഷ്യൂസ് കാണാൻ സാധിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് വാസ്കുലാർ ടിഷ്യൂ? ഞാൻ പറഞ്ഞു, ഇവരിലാണ് ആദ്യമായിട്ട് വാസ്കുലാർ ടിഷ്യൂ കാണുക. അതായത് ഇതിന് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച ആൽഗയിലും ഇതില്ല, ബ്രയോഫൈറ്റിലും ഇതിലില്ല. ടെറിഡോഫൈറ്റ് മുതലാണ് വാസ്കുലാർ ടിഷ്യൂ നമ്മൾ കണ്ടു തുടങ്ങിയത്. നമ്മളല്ല, പ്ലാന്റ്സിൽ കാണാൻ തുടങ്ങിയത്. എന്താ വാസ്കുലാർ ടിഷ്യൂ എന്ന് വെച്ചാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ് ആദിത്യ, വെരി ഗുഡ്. സൈലം ആൻഡ് ഫ്ലോയം. അതിനെയാണ് ഈ വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയണത് കേട്ടാ. സൈലം ആൻഡ് ഫ്ലോയം ആണ് വാസ്കുലാർ ടിഷ്യൂ. അപ്പൊ ഇതിന് മുൻപ് വരെ ഉണ്ടായിരുന്നവരിലൊന്നും ആരില്ല, ട്രയോഫൈറ്റ്സിലും ആരില്ല, ആൽഗയിലും ആരില്ല. നമ്മുടെ സൈലവും ഫ്ലോയും ആബ്സെന്റാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അവരിൽ എങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടന്നുണ്ടാവുക? ഫുഡിന്റെയും വാട്ടറിന്റെയും ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാന്നാണല്ലോ പറയണേ. സൈലവും ഫ്ലോയും ആബ്സെന്റ് ആണ്, ആൽഗയിലും ആബ്സെന്റ് ആണ്, ട്രയോഫൈറ്റ്സിലും ആബ്സെന്റ്. പക്ഷെ അവർക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവില്ല. ഓഫ് കോഴ്സ്. എങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടാവുക? നിങ്ങൾ ഗസ് ചെയ്തോ? നിങ്ങൾ കറക്റ്റ് ഉള്ള ഒരു ഡെഫിനിഷൻ ആൻസർ ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾ ഗസ് ചെയ്തിട്ട് ഉത്തരം പറഞ്ഞോന്നേ. ഫോട്ടോസിന്തസിസിലൂടെ അവര് ഈ പ്രോസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ വാട്ടർ വേണ്ടേ? അത് എവിടെന്ന് അങ്ങനെ കിട്ടും അവർക്ക്? സാധാരണ പ്ലാന്റ്സിലാണെങ്കിൽ നമുക്ക് പറയാം സൈലാണ് കൊണ്ടുപോകണേ വാട്ടറിനെ. സൈലം കൊണ്ടുപോയി എത്തിക്കും, പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗത്തേക്കും വാട്ടറിനെ കൊണ്ടെത്തിക്കും. അവർക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇവർക്ക് എന്തില്ല, ഇതൊന്നുമില്ല. ബിക്കോസ് അവരുടെ പ്ലാൻ ബോഡി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ ചെറിയ പ്ലാൻ ബോഡിയാണ്. ട്രാൻസ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള സൈസോ സ്ട്രക്ചറോ കോംപ്ലക്സിറ്റിയോ അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് ഈ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ആവശ്യമില്ല. സാധാരണ ഒരു വലിയ പ്ലാന്റിനാണ് കുറെ സ്റ്റെമ്മ്, കുറെ ബ്രാഞ്ചസ്, കുറെ ലീഫ് അല്ലെ, കുറെ ഫ്ലവേഴ്സ്, കുറെ ഭാഗങ്ങളുണ്ട്. നിങ്ങൾ ആൽഗ എടുത്ത് നോക്കിയാലും ബ്രയോഫൈറ്റ്സ് നിങ്ങൾ എടുത്ത് നോക്കിയാലും വളരെ സിമ്പിൾ ബേസിക് സ്ട്രക്ചർ ആണ് അവരുടെ ബോഡി. അവർക്ക് അതിനകത്ത് ഒന്നും ട്രാൻസ്പോർട്ട് ചെയ്യാനില്ല. അതിന് മാത്രം കോംപ്ലക്സിറ്റി അവരുടെ ബോഡിയിൽ ഇല്ല. അതുകൊണ്ട് ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. ടെറിഡോഫൈറ്റ് തൊട്ട് അങ്ങനെയല്ല, കുറച്ച് വലിയ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് സൈസ് കൂടിയ ആൾക്കാരാണ് ടെറിഡോഫൈറ്റ് മുതൽ. അപ്പൊ അതുകൊണ്ട് അവർക്ക് വാസ്കുലാർ ടിഷ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര കൂൾ ഡാം ഷാഡി പ്ലേസസിലൊക്കെയാണ് നമുക്ക് ആരെ കാണാൻ പറ്റണേ? ടെറിഡോഫൈറ്റ്സുകളെ കാണാൻ പറ്റണേ. ഓക്കെ, യെസ്. ഇനി ഇവർക്കും ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്പോറോഫൈറ്റിക് ആയിട്ടും ഗ്യാമിറ്റോഫൈറ്റിക് ആയിട്ടും രണ്ട് ജീവിതങ്ങൾ ആർക്കുണ്ട്? ടെറിഡോഫൈറ്റിനും പ്രസന്റ് ആണ്. അപ്പൊ അതിലെ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ട്രൂ ആയിട്ടുള്ള റൂട്ട്, സ്റ്റെം, ലീഫ്. എന്തുകൊണ്ടാണ് മക്കളെ ഇവിടെ ട്രൂ എന്നുള്ള വേർഡ് യൂസ് ചെയ്തേ? പറഞ്ഞേ, ട്രൂ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് എന്താ? ഇതിനു മുന്നേ നമ്മൾ പഠിച്ചത് ബ്രയോഫൈറ്റാ. അവിടെ നിങ്ങൾ ലീഫ്, സ്റ്റെം അങ്ങനത്തെ എന്തെങ്കിലും ഭാഗങ്ങൾ പറ്റി പരിചയപ്പെട്ടോ? അങ്ങനെ എന്തെങ്കിലും ഭാഗങ്ങൾ കണ്ടോ നിങ്ങൾ ബ്രയോഫൈറ്റ്സില്? കണ്ടോ? കണ്ടെങ്കിൽ പറഞ്ഞു. ബ്രയോഫൈറ്റ്സിൽ അങ്ങനെ സ്റ്റെമ്മോ റൂട്ടോ ലീഫോ അങ്ങനെ ഏതെങ്കിലും ഭാഗങ്ങളെ നിങ്ങൾ കണ്ടോ? കണ്ടില്ല, കാരണം അവർക്ക് അതൊന്നും ഇല്ല. അപ്പൊ യഥാർത്ഥത്തില് ട്രൂ ആയിട്ടുള്ള സ്റ്റെമ്മും ലീഫും ഒക്കെ കാണുന്നത് ടെറിഡോഫൈറ്റ് മുതലാണ്. ഓക്കെ, അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഈ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാ പഠിക്കണേ? ഏറ്റവും ബേസ് മുതൽ ഹയർ ലെവൽ വരെയാ പഠിക്കണേ. ആദ്യം നമ്മൾ ആൽഗയെ പഠിച്ചു. ആൽഗയിൽ ഒന്നുമില്ല, സൈലം ഫ്ലോയും ഇല്ല, സ്റ്റെമ്മും റൂട്ടും ഒന്നുമില്ല, വളരെ ബേസിക് സ്ട്രക്ചർ ആണ്. കുറച്ചും കൂടെ കഴിഞ്ഞ് മുകളിലേക്ക് വന്ന ആൾക്കാരാണ് ബ്രയോഫൈറ്റ്. അതിൽ രണ്ട് കാറ്റഗറി നമ്മൾ പഠിച്ചു ബ്രയോഫൈറ്റ്സിൽ അല്ലെ. ഈ പറഞ്ഞ ക്യാപ്സ്യൂള്, സീറ്റ്, അങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഈ ഫൂട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റൂട്ടാണ്. ഈ ഫൂട്ടാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഹയർ പ്ലാന്റ്സിലേക്ക് എത്തിയപ്പോഴേക്കും അത് എന്തായി മാറി? റൂട്ടായിട്ട് മാറി. ബ്രയോഫൈറ്റിൽ നമ്മൾ പഠിച്ചത് ഫൂട്ട് എന്നാണ്, കാരണം അതിന് അത്രേ ഉള്ളൂ, ഇത്ര ഭാഗേ ഉള്ളൂ അതിന്. മനസ്സിലാവുണ്ടോ പറയണേ? ഉണ്ടോ? ഇല്ലെങ്കിൽ പറയണം കേട്ടോ. ഹാദിയ, അവന്തിക, പിന്നെ ആരാണ്? ഷിബിലിയുടെ ഒന്നും ഒരു കമന്റ് ഞാൻ കണ്ടിട്ടില്ല. ഷിബിലി അവിടെ ഉണ്ടോ? ഷിബിലി അപ്പൊ ഇതിലൊക്കെ ഫൂട്ട് എന്ന് പറയുന്ന ഭാഗമാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് റൂട്ടായത്.
അപ്പോൾ ഡെവലപ്മെന്റ് കഴിയും തോറും ഭാഗങ്ങൾ കൂടും, ഭാഗങ്ങളുടെ കോംപ്ലക്സിറ്റി കൂടും, പേരുകൾ മാറും. ഫ്രൂട്ട് എന്നുള്ളത് ഇപ്പൊ നമ്മുടെ നോർമൽ ജാക്ക് ഫ്രൂട്ട് ട്രീ, അതുപോലെ മാംഗോ ട്രീ, അതിനൊക്കെ നമ്മൾ റൂട്ട് എന്നാണോ പറയാ, ഫ്രൂട്ട് എന്നാണോ പറയാ? വേരിനെ റൂട്ട് എന്ന് തന്നെയാണ് പറയാ, വേര് റൂട്ടാണ്. പക്ഷെ നമ്മളത് ബ്രയോഫൈറ്റിലേക്ക് വരുമ്പോൾ റൂട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് അവർക്ക് ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള റൂട്ട് ഒന്നും ഇല്ല. അവർക്ക് ജസ്റ്റ് റൂട്ട് പോലത്തെ സ്ട്രക്ചർ ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ അവരെ ഫ്രൂട്ട് എന്നാണ് വിളിക്കുക. പക്ഷേ ടെറിഡോഫൈറ്റിലേക്ക് വന്നപ്പോഴേക്കും അവർക്ക് ഈ ഫേക്ക് ആയിട്ടുള്ളതൊക്കെ മാറി യഥാർത്ഥത്തിലുള്ള റൂട്ടും സ്റ്റെമ്മും ലീഫും ഒക്കെ കാണാനായിട്ട് തുടങ്ങി. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ജിംനോസ്പോമിലേക്ക് എത്തുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് നല്ല അപ്പൊ അവിടെ ട്രൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ പക്ക നല്ല റൂട്ടും ഉണ്ട്, സ്റ്റെമ്മും ഉണ്ട്, ലീഫും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ആൻജിയോസ്പോമിലേക്ക് പോവാണെങ്കിൽ അവിടെ എല്ലാം പെർഫെക്റ്റ് ആണ്. അവിടെ ഫ്ലവറും ഫ്രൂട്ടും ഉണ്ട്, സീഡും ഉണ്ട്. അത്രയും ഡെവലപ്ഡ് ആയി ആൻജിയോസ്പോമിലേക്ക് പോയപ്പോഴേക്കും. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ വരണേ കേട്ടോ, അത് മറക്കണ്ട. ഇനി അതേപോലെ തന്നെ വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. ഏതൊക്കെയാ വാസ്കുലാർ ടിഷ്യൂസ്? സൈലം, ഫ്ലോയം, മറക്കണ്ട കേട്ടോ. ഇനി ഇവർക്ക് സ്മോൾ ലീഫ് ഉണ്ട്. ഇവരുടെ പ്ലാന്റ്, നമ്മൾ ടെറോഫൈറ്റിന്റെ പ്ലാന്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ലീഫും ഉണ്ട്, വലിയ ലീഫും ഉണ്ട്. അതിനെ പറയുന്ന പേര് നോട്ട് ചെയ്ത് വെക്കുക, ടേം നോട്ട് ചെയ്ത് വെക്കുക. സ്മോൾ ലീഫ്സിനെ പറയുന്നതാണ് മൈക്രോഫിൽസ്. ലാർജ് ലീഫിനെ പറയുന്നതാണ് മാക്രോഫൈറ്റ്സ്. ഫേൺസ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ. മൈക്രോഫിൽസിന് എക്സാമ്പിൾ ആണ് സെലാജിനല്ല, ഫേൺസ്, ഇക്വിസിറ്റം, അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെയാണ് ആരുടെ എക്സാമ്പിൾ ആയിട്ട് വരണേന്ന് അറിയോ? ടെറിഡോഫൈറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് വരണേ. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രയോഫൈറ്റിൽ വരുന്ന പ്ലാന്റ്സിന്റെ പേരുകൾ നിങ്ങൾക്ക് കിട്ടണം. ഏതൊക്കെയാ ബ്രയോഫൈറ്റിൽ വരുന്ന പ്ലാന്റിന്റെ ഒരു പേര് പറഞ്ഞേ? ഇപ്പൊ കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചത് ബ്രയോഫൈറ്റിൽ വരുന്ന ഒരു പ്ലാന്റിന്റെ പേര് പറഞ്ഞേ. ഷിബിലി പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്യടാ. അതെന്തു പറ്റി? പനിയാണോ? നെഞ്ചുവേദനയോ? എന്നിട്ട് ഡോക്ടറെ കണ്ടോ? എന്തു പറഞ്ഞു? റെസ്റ്റ് ചെയ്തോ. ക്ലാസ് കാണണം പിന്നീട് കേട്ടോ, സുഖമായിട്ട്. മോസിസ് ലിവർവോർട്സ് എന്ന് പറയുന്നത് അതിലെ കാറ്റഗറിയാണ്. പ്ലാന്റ്സിന്റെ പേര് ചോദിക്കുമ്പോൾ നമുക്ക് ഫ്യൂണേറിയ, സ്പാഗനം, അതാണ് പറയേണ്ടത്. ഇനി ടെറിഡോഫൈറ്റിലേക്ക് വന്നാൽ പ്ലാന്റ്സിന്റെ പേര് അറിയണം. ഏതൊക്കെയാ? സെലാജിനല്ല, ഫേൺസ്, ഇക്വിസിറ്റം, അങ്ങനെ കുറച്ച് പേരുകൾ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏതിലാണ്? ഇക്വിസിറ്റം എന്ന് തന്നു, അത് ടെറിഡോഫൈറ്റിൽ വരുന്നതാണോ ബ്രയോഫൈറ്റിൽ വരുന്നതാണോ എന്ന് നിങ്ങൾക്ക് അറിയണം. അതിനാണ് എക്സാമ്പിൾ പഠിക്കാൻ പറയുന്നത്. ടെക്സ്റ്റ് എക്സാമ്പിൾ പഠിച്ചാൽ മതി. അല്ലാതെ ഇഷ്ടപ്രകാരം ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിന് വരണ ഇഷ്ടപ്രകാരം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത്രയൊന്നും നമ്മളെ കൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എക്സാമ്പിൾസ് പഠിക്കാം. ഇത് നോക്കാം. ടെറിഡോഫൈറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 4ആയിട്ട്. സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്പീനോപ്സിഡ, ടെറോപ്സിഡ, 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പേടിക്കണ്ട, ഈ ക്ലാസിഫിക്കേഷൻ ഒന്നും പഠിക്കണ്ടെന്ന് ചോദിക്കാറില്ല. പക്ഷെ ഇതിൽ എക്സാമ്പിൾ സൈലോട്ടം, ഇതിനെ സൈലോട്ടം എന്നാണ് പറയാട്ടോ. പി അവിടെ സൈലന്റ്, പി ഇവിടെ ഒക്കെ ഈ സെക്ഷൻ മൊത്തം പി സൈലന്റാ. ഇത് സൈലോട്ടം ആണ്. ഇത് സെലാജിനല്ല, ലൈക്കോപോഡിയം, ഇക്വിസിറ്റം, ഡ്രയോപ്റ്ററിസ്, ടെറിസ്, അഡിയാൻഡം. എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി, ക്ലാസിഫിക്കേഷൻ ഒന്നും പഠിക്കണമെന്ന് ചോദിക്കില്ല. അപ്പൊ ബ്രയോഫൈറ്റ് കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ്സിന്റെ പേര് പഠിക്കണം, ടെറിഡോഫൈറ്റ് കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ്സിന്റെ പേര് പഠിക്കണം. ആൽഗയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആൽഗയിൽ ചോദിക്കാറുള്ളത് ആൽഗയുടെ യൂസസ്. അതുപോലെ 3 കാറ്റഗറി ആയിട്ട് ഓൾറെഡി തിരിച്ചിട്ടുണ്ടല്ലോ, റോഡോഫൈസിയ, ഫിയോഫൈസിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അതിൽ വരുന്ന ആ ഒരു ടേബിൾ, ആ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അഗൈൻ പറയുന്നു, ആ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ഒരു ചോദ്യമാണ്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഒരു ക്വസ്റ്റൻ ആണ്. വൈ ദ ടെറിഡോഫൈറ്റ്സ് ആർ റെസ്ട്രിക്റ്റഡ് ടു എ പർട്ടിക്കുലർ ഏരിയ? ടെറിഡോഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സ്ഥലത്ത് മൊത്തം കാണുന്നൊന്നുമല്ല. ടെറിഡോഫൈറ്റ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന ഒരു പ്ലാന്റ് കാറ്റഗറിയാണ് ടെറിഡോഫൈറ്റ്. വൈ, എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കണേ. കാണിക്കാട്ടോ, ആരതി കാണിച്ചു തരാം, സ്ലൈഡ് കാണിക്കാം. എന്തുകൊണ്ടായിരിക്കും അവർ റെസ്ട്രിക്റ്റഡ് ആയേ? കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും അവരെ കാണാൻ പറ്റുന്നില്ല. വൈ?
മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അവർക്ക് ജീവിക്കണമെങ്കിൽ കൂൾ ഡാം ഷാഡി പ്ലേസസ് വേണം. കാരണം വാട്ടർ, നിയർ വാട്ടർ, ആ ഏരിയയിലാണ് അവർക്ക് ഫെർട്ടിലൈസേഷനും റീപ്രൊഡക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. യെസ് വൈകാതെ തന്നെ ഫേവറബിൾ കണ്ടീഷൻ. അതുകൊണ്ടാണ് അവരെന്നെ ഈ പറയുന്ന ചില ഏരിയാസിൽ മാത്രം. ഇപ്പൊ എല്ലാ സ്ഥലവും ഷാഡി ആയിരിക്കില്ല, എല്ലാ സ്ഥലവും എങ്ങനെ കൂൾ ഡാം ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രം ഇവരെ കാണാനുള്ള റീസൺ അവരുടെ റീപ്രൊഡക്ഷന് അങ്ങനത്തെ സ്ഥലമാണ് റിക്വയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ മാത്രം ഇവരെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് തന്നെ ടെറിഡോഫൈറ്റിൽ തന്നെ ഹെറ്ററോസ്പോറി ആൻഡ് സീഡ് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ജിംനോസ്പേംസും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ജിംനോസ്പേംസിലേക്ക് കടക്കുന്നതിന് മുന്നേ കണ്ടിന്യൂസ് നമ്മളിങ്ങനെ എടുത്തോണ്ടിരിക്കില്ല, ഓരോന്ന് കഴിഞ്ഞാൽ ഓരോന്ന് രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാ മക്കളെ? എന്താണ് നിങ്ങളുടെയൊക്കെ ഹോബീസ്? കുറച്ചു നേരം സംസാരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്രണ്ണത്തിന് സംസാരിക്കില്ല. ഡാൻസ്, പിന്നെ ഡ്രോയിങ്. ഡ്രോയിങ് ഇത്രയും ഹോബിയായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ ക്ലാസ്സിൽ. നിങ്ങൾക്ക് പറ്റിയ സബ്ജക്റ്റ് ആണ് കേട്ടോ സുവോളജി, ബോട്ടണി ഒക്കെ. വരച്ച് മരിക്കും നിങ്ങൾ. സ്ലീപ്പിംഗ് അശ്വജിത്തെ ഹോബിയായിട്ട് കൊണ്ട് നടക്കുകയാണല്ലേ. റീഡിങ്, ആ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, വൈകയ്ക്ക് ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ ഹോബീസ്. ഫുട്ബോൾ ഇഷ്ടമാണ് അബ്ദുളിന്, വെരി ഗുഡ്. ഈറ്റിങ്, സ്ലീപ്പിങ്ങും തായ്ക്കൊണ്ടയാണ് സ്നേക്ക്. ഓക്കെ, അപ്പൊ വിസ്മയോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ശ്രദ്ധിക്കണല്ലേ. ഡാൻസ് ആരതി, അതെനിക്കറിയാം, ആ ടീച്ചർക്ക് അറിയാം. പ്ലേയിങ് ഗെയിംസ്, ഓക്കെ. എനിക്ക് എന്ന് പറഞ്ഞ് കുത്തുകുത്തിലുണ്ടോ ഷാഹിദ്? നീ തന്നെ പറയണം, എനിക്കറിയില്ലല്ലോ നിന്റെ ഹോബി എന്താന്ന്. ശിവാനി തായ്ക്കൊണ്ടയാണോ? ഓക്കെ. ആ ക്രോഷറ്റ് ഉണ്ടാക്കാറുണ്ട് ആദിത്യ. ഓക്കെ, എന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കി? ഡ്രസ്സൊക്കെ ചെയ്യാറുണ്ടോ അങ്ങനെ? എന്റെ ഹോബീസോ? എന്റെ ഹോബീസ് നേരത്തെ അശ്വജിത്ത് പറഞ്ഞ അതേ ഹോബി തന്നെ, ഉറങ്ങുക. ഓക്കെ വൈക. കുക്കിംഗ് അത് സെൽവകുമാർ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുക്കിംഗ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഹോബീസ് ഒക്കെ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ ഇപ്പൊ പ്ലസ് 1 ജോയിൻ ചെയ്തപ്പോ? ഉണ്ടോ? കിട്ടുന്നില്ല. ഫുൾ പഠിത്താണോ? നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അത്. എന്നാലും ചോദിക്കുകയാണ്. ഇല്ല, എക്സ്ട്രാ ക്ലാസ്സസ് ഒന്നുമില്ല. കിട്ടുന്ന സമയത്തൊക്കെ ഇതൊക്കെ ചെയ്യണം. നിങ്ങളുടെ ഹോബീസ് ഒന്നും വിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. പ്ലസ് 1 ആണെങ്കിലും പ്ലസ് 2 ആണെങ്കിലും ഹോബീസൊക്കെ ഒരു വഴിക്ക് കൊണ്ടുപോകണം. എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, ദൈവമേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വിസ്മയ, അപ്പോഴേക്കും തുടങ്ങിയതൊക്കെ. രാവിലെ എനിക്കും സ്കൂളിൽ പോകണം, ഫോൺ നോക്കും, ട്യൂഷൻ നോക്കും, ഉറങ്ങും, ഇത് തുടരും. ഓക്കെ, 2 വർഷമല്ലേ, അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആവും, കോളേജിലെത്തിയാൽ കുറേയൊക്കെ ഫ്രീ ആവും. ഓക്കെ, സെറ്റ്. അപ്പൊ അതേ ഒരു ഫ്രീ മൈൻഡോട് കൂടി നമുക്ക് ജിംനോസ്പേമും കൂടെ പഠിച്ചാലോ? അതിന് മുന്നേ സന്തോഷ വാർത്ത ഉണ്ട്, നമുക്ക് ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ട്, മറന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ അശ്വജിത്താണ് ന്യൂ ജോയിനി, കുഴപ്പമില്ല, അറ്റൻഡ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ട്രൈ ചെയ്തോളൂ. മാർക്ക് ഞാനൊന്ന് കൺസിഡർ ചെയ്യണില്ല, ട്രൈ ചെയ്യൂ. ബാക്കിയുള്ള ആർക്കും എക്സ്ക്യൂസ് ഒന്നും ഇല്ല, പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒരു 5 മിനിറ്റ്സ് ഞാൻ ഒന്ന് റിവൈസ് ചെയ്യാൻ തരാം കേട്ടോ. ഒന്ന് നന്നായി നോക്കിയിട്ട് ഫുൾ മാർക്ക് മേടിക്കണം. 20 ഔട്ട് ഓഫ് 20 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണേ. 18ഉം 16 ഒന്നും ആയിട്ട് വരരുത് ആരും. ഓക്കെ, അപ്പൊ ജിംനോസ്പേമും കൂടെ ഉള്ളൂ നമുക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കാതെ എന്താ ആൻജിയോസ്പേം ഇല്ലേ? ഇല്ല, അത് ഡിലീറ്റഡാ. ആരുടെയെങ്കിലും ടെക്സ്റ്റ് ബുക്കിനകത്ത് ആൻജിയോസ്പേം കാണുന്നുണ്ടെങ്കിൽ അതങ്ങനെ വെട്ടി വെച്ചോളൂ, ക്രോസ് ഇട്ടോളൂ, അത് ഡിലീറ്റഡ് പോർഷൻ ആണ്. ഈ പുതിയ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നവർ, ഇപ്പോൾ റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നവരിലാണെങ്കിൽ അത് ഓൾറെഡി ഉണ്ടാവില്ല, ആൻജിയോസ്പേം ഓൾറെഡി അതിലുണ്ടാവില്ല. പക്ഷെ പണ്ടത്തെ ടെക്സ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനകത്ത് ആൻജിയോസ്പേമും കൂടെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ പ്ലസ് 2 ഇതാണ് പഠിക്കാൻ പോണേ. പ്ലസ് 2 ഫസ്റ്റ് ചാപ്റ്റർ ഇറ്റ്സ് ഓൾ അബൌട്ട് ആൻജിയോസ്പേം ആണ്, അവിടെ പഠിക്കാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. പുതിയ ബുക്കാണ്, പക്ഷെ അതിനകത്ത് ഉണ്ടോ? ഓക്കെ വൈകാം. അപ്പൊ അത് ക്രോസ് ചെയ്തോളൂ, നമുക്കത് ഇല്ല കേട്ടോ. ആൻജിയോസ്പേം ഡിലീറ്റഡ് ആണ്, ജിംനോസ്പേംസ് വരെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതും കൂടെ കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഇതിന്റെ നോട്ട്സ് ഒക്കെ കിട്ടിയില്ലേ എല്ലാവർക്കും? ക്യാപ്സ്യൂൾ നോട്ട് കിട്ടിയില്ലേ? വെറുതെ ഇരിക്കുമ്പോൾ ക്ലാസ് ടീച്ചറുടെ ആ ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഒന്ന് തുറന്നു നോക്കണം, അതിനകത്ത് അയച്ചിട്ടുണ്ടാവും. കോർ ക്വസ്റ്റ്യൻസും ഉണ്ട്.
അപ്പൊ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും ഈ കോർ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കോർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെറുതെ ഒരു രസത്തിന് നിങ്ങൾക്ക് അയച്ചു തരണതല്ല. അതിൽ ഓരോ വർഷവും ചോദിച്ചാൽ വർഷം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അയച്ചു തരണേ കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക, പഠിക്കുക ഒക്കെ ചെയ്യണം. അതിനാണ് നേരത്തെ കൂട്ടി കോർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണേ. ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചറോട് ചോദിച്ച് വാങ്ങിക്കാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ കിട്ടിയോ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന് കിട്ടിയില്ല. ഇനി അതും കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചെന്നുണ്ടോ, ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അക്കൗണ്ടും തുറന്നു നോക്കിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് വാങ്ങിച്ച് ഉറപ്പ് വരുത്താം കേട്ടോ. പഠിക്കുകയും വേണം, വെറുതെ വാങ്ങി വെച്ചാൽ മാത്രം പോരാ. അപ്പൊ ജിംനോസ്പേം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ആ വേർഡ് മീനിങ് ഒന്ന് നോക്കാം. ജിംനോസ്പേംസ് അല്ലെ, ജിംനോസ് എന്നുള്ള വേർഡിന്റെ അർത്ഥം നേക്കഡ് എന്നാണ്. നേക്കഡ് എന്നാണ് അർത്ഥം. ജിംനോ എന്നുള്ള വേർഡിന്റെ അർത്ഥം നേക്കഡ് എന്നാണ്. സ്പേമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് എന്നാണ് അർത്ഥം. സീഡ് എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങളൊന്ന് ഒരുമിച്ച് വായിച്ചു നോക്കിക്കേ. ജിംനോസ്പേം എന്ന് വെച്ചാൽ നേക്കഡ് സീഡ് എന്നാണ് പറയാ. നേക്കഡ് സീഡ്. ഇത് നേക്കഡ് സീഡ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഫ്രൂട്ട്. ഇവർക്ക് ഫ്രൂട്ട് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവരെ നേക്കഡ് സീഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. എന്റെ സെക്കൻഡ് ക്ലാസ് ആണ്, സോ ചോദിച്ചാൽ തരുമോനോട്? യെസ് ഐശ്വര്യ തരും കേട്ടോ. നിങ്ങളുടെ ഏത് ക്ലാസ് ആണെങ്കിലും, നിങ്ങളിപ്പോൾ ഇന്ന് ജോയിൻ ചെയ്തതാണെങ്കിലും ഇന്നലെ ആണെങ്കിലും ഒക്കെ ക്യാപ്സ് നോട്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ്, പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ചോദിച്ച് വാങ്ങിച്ചേക്കണം. ക്യാപ്സ് നോട്ട് മാത്രമല്ല കോർ ക്വസ്റ്റ്യൻസും ഉണ്ട്, അത് നോക്കണം. അപ്പൊ നേക്കഡ് സീഡ് എന്ന് വെച്ചാൽ, കാരണം ഇത് നേക്കഡ് സീഡ് എന്ന് പറയാൻ കാരണം, നേക്കഡ് എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത, കവറിങ് ഒന്നുമില്ല, ആവരണങ്ങളൊന്നുമില്ല. ഇവിടെ അതില്ല എന്ന് പറയാൻ കാരണം നമുക്ക് ഫ്രൂട്ട് ഇല്ല, വെറും സീഡ് മാത്രമാണ്. അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ല, സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ സീഡ് എങ്ങനെയാ ഉണ്ടാവുക? ഫ്രൂട്ടിന്റെ അകത്താണ് സീഡ് ഉണ്ടാവുക അല്ലെ. നിങ്ങൾ മാംഗോ ഒക്കെ കഴിക്കുമ്പോൾ എങ്ങനെയാ? നിങ്ങൾക്ക് മാംഗോന്റെ സീഡ് എവിടെ നിന്നാ കിട്ടണേ? ഫ്രൂട്ടിന്റെ ഉള്ളില്. ജാക്ക് ഫ്രൂട്ട് ആണെങ്കിലും ഫ്രൂട്ടിന്റെ ഉള്ളിലാ സീഡ് ഉള്ളത്. പക്ഷെ ഇവിടെ ജിംനോസ്പേമിന്റെ കാറ്റഗറി നോക്കുവാണെങ്കിൽ അവർക്ക് സീഡ് മാത്രമേ ഉള്ളൂ, ഫ്രൂട്ട് ആബ്സെന്റ് ആണ് കേട്ടോ. അതാണ് പറയുന്നത്. ഒവ്യൂൾ എക്സ്പോസ്ഡ് നോട്ട് കവേർഡ് വിത്ത് ഇനി ഓവറി വാൾ. അതാണ് ഒവ്യൂൾ എന്ന് പറയുന്നത്. ഒവ്യൂൾ ആണ് സീഡ് ആയിട്ട് മാറുന്നത്, ഓവറി ആണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മൾ ഓവറി, അതിനകത്ത് ഒവ്യൂൾ എന്നൊക്കെ പഠിക്കും. എന്നിട്ട് ഇത് എന്തായിട്ടാ മാറുന്നത്? ഫൈനലി നമുക്കിതൊരു, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മളൊരു മാമ്പഴം കഴിക്കുകയാണ്, നമുക്കറിയില്ല ഇതിനകത്ത് ഏതാ ഓവറി ഏതാ ഒവ്യൂള്, അതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം. പക്ഷെ പഠിക്കണം, ഓവറി എന്ന് പറയുന്ന ഭാഗമാണ് ഡെവലപ്പ് ചെയ്ത് ഒരു ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ സെൽവകുമാറേ. അതേപോലെ തന്നെ ഒവ്യൂൾ എന്ന് പറയുന്ന ഭാഗമാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് സീഡ്സ് ആയിട്ട് മാറുന്നത്. കുരുക്കള് സീഡ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ജിംനോസ്പേമിന്റെ കേസ് എന്താ പറയണേ? ഇവർക്ക് ആരില്ല, ഫ്രൂട്ട് ഇല്ല, സീഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഓവറി എന്ന് പറയുന്ന ഭാഗത്തിന് പ്രസക്തി ഇല്ല. അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഒവ്യൂൾസ് മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ബിക്കോസ് കവറിംഗ് ഒന്നും ഇല്ലല്ലോ, ഫ്രൂട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി ജിംനോസ്പേമിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ട്രീ ആണ് സെക്വിയ. സെക്വിയ ആണ് ഏറ്റവും ടോളസ്റ്റ് ട്രീ ജിംനോസ്പേമിൽ തന്നെ വരുന്നത്. ദെൻ ഇവരുടെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം. എന്താ ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, റൂട്ട് സിസ്റ്റം ഒക്കെ. ടാപ്പ് റൂട്ട്, ഫൈബ്രസ്, അഡ്വെന്റീഷ്യസ് റൂട്ട്, ഓർമ്മയുണ്ടോ? അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ടാപ്പ് റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടൊരു റൂട്ട് ഉണ്ടാവും, അതിനോട് ജോയിൻ ചെയ്തിട്ട് കുറേ റൂട്ട്സുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വളരും. അതിനെയാണ് ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ജിംനോസ്പേമിനും എന്താ ഉള്ളത്? ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. ഒരു മെയിൻ ആയിട്ടൊരു റൂട്ട് ഉണ്ടാവും, അതിനോട് യോജിച്ച് ജോയിന്റ് ആയിട്ട് വേറെ കുറെ സബ് റൂട്ട്സുകളും പ്രസന്റ് ആയിരിക്കും. ആൻഡ് ഇവിടെയാണ് നമുക്ക് മൈക്കോറൈസിനെ കാണാൻ പറ്റുന്നത്. എന്താ മൈക്കോറൈസ? മൈക്കോറൈസ ഇനി കിട്ടിയില്ലെങ്കിൽ ഇമ്പോസിഷൻ ആട്ടോ. മൈക്കോറൈസ അത്രയും തവണ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മൈക്കോറൈസ എന്താണ്, ലൈക്കൺസ് എന്താണ്, ഞാൻ കണ്ടുപിടിച്ചു. എന്താ മൈക്കോറൈസ? എന്നിട്ട് ഞാൻ വിളിക്കാം, ഒരാൾ പറഞ്ഞു തന്നാൽ മതി. എന്താണ് അഭിനി മൈക്കോറൈസ എന്ന് വെച്ചാ? അഭിനി കൃഷ്ണ പറഞ്ഞോ. എന്താ മോളെ? ഉറക്കെ പറയോ.
ഫംഗൽ അസോസിയേഷൻ ഓഫ് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണേ? ക്ലിയർ അല്ല, ഒന്ന് കമന്റ് ചെയ്യൂ എന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ. ബിബിനെ, എന്താണ് മൈക്കോറൈസ? ബിബിൻ ജോർജ്. പറഞ്ഞോ. ബിബിൻ സ്റ്റക്കാണോ? ബിബിൻ സ്റ്റക്കാ. അപ്പൊ നമുക്ക് സ്റ്റക്ക് ആവാത്ത ഒരാളോട് ചോദിക്കാം. ഇനിയിപ്പോ എല്ലാരും സ്റ്റക്കാവോ? സെൽവകുമാറെ പറഞ്ഞോ, എന്താണ് മൈക്കോറൈസ? ആൽഗി, ഫംഗസും ഫ്രൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് എല്ലാവരും ഉണ്ടോ? അപ്പൊ ലൈക്കൺ എന്താ? ഞാൻ ചോദിച്ചത് മൈക്കോറൈസയാണ്. ആൽഗി അല്ല, ഫംഗസ് ആണ് കേട്ടാ. ഓക്കെ, സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംജൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്, അതാണ് മൈക്കോറൈസ. അവിടെ പറഞ്ഞിട്ടുള്ള ആ ഹയർ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോണ പൈനസും ഫൈക്കസും പൈൻമരൊക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ പ്ലാന്റ്സിന്റെ റൂട്ടിൽ നമുക്ക് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റൂട്ടിനെ കാണാൻ പറ്റും, അതാണ് കോറലോയിഡ് റൂട്ട്. ഇവിടെ നിന്ന് ചോദിക്കണ ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഈ കോറലോയിഡ് റൂട്ട്. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആവും. കോറലോയിഡ് റൂട്ട് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ N2 ഫിക്സേഷൻ ആണ്. നൈട്രജൻ നമുക്കറിയാം പ്ലാന്റ്സിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു എലമെന്റ് ആണ് നൈട്രജൻ. പ്ലാന്റ്സിനെ ഏറ്റവും കൂടുതൽ അവർ അബ്സോർബ് ചെയ്യുന്നതും നൈട്രജൻ ആണ്. അപ്പൊ അതിന് കൂടുതൽ ഫിക്സ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സിൽ ഫിക്സ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കോറലോയിഡ് റൂട്ട്. അത് കോമൺ അല്ല, ജിംനോസ്പെർമിലാണ് നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുക കോറലോയിഡ് റൂട്ട്. സാധാരണ റൂട്ട് പോലെയാണോ ഇരിക്കണേ? ആണോ? സാധാരണ റൂട്ട് എങ്ങനെയാ, കുറച്ചും കൂടെ ലെങ്തി ആയിരിക്കും. അത് അങ്ങനെയല്ല, വളരെ എന്താണ് റിട്ടാർഡഡ് ആണ്, ഗ്രോത്ത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും ബ്രാഞ്ചഡ് ആണ്. കണ്ടോ, ഒരു റൂട്ടിൽ നിന്ന് തന്നെ കുറെ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഹൈലി ബ്രാഞ്ചഡ് ആണ്, ബട്ട് വളരെ ചെറുതാണ്. ഷോർട്ട് ആയിട്ടാണ് ആരുണ്ടാവുക, നമ്മുടെ കോറലോയിഡ് റൂട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പൊ എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? എന്താ കോറലോയിഡ് റൂട്ടിന്റെ? നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജനെ ഫിക്സ് ചെയ്യുക, നൈട്രജൻ അബ്സോർബ് ചെയ്ത് പ്ലാന്റ്സിലേക്ക് വലിച്ചെടുക്കുക. അത് മെയിൻ ആയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൂട്ടാണ് കോറലോയിഡ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ നമുക്കിന്ന് ചാപ്റ്റർ ടെസ്റ്റ് ആണ്. എന്ത് ചെയ്യാം, ഫസ്റ്റ് ചാപ്റ്റർ അതായത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓടിച്ച് നോക്കിക്കേ വേഗം. അത് കഴിഞ്ഞ് നമുക്ക് എക്സാമിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇന്നല്ല ചോദിക്കണ്ടേ, എന്നാലും പോട്ടെ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടാണല്ലോ വന്നിട്ടുണ്ടാവുക. എന്നാലും ഒന്ന് വേഗം ഒന്ന് റിഫ്രഷ് ചെയ്തോളൂ കേട്ടോ. ക്യാമറ ഒന്നും ഓഫ് ചെയ്യണ്ട, ക്യാമറ ഓൺ ചെയ്ത് തന്നെ വെക്കുക. നോക്കിക്കഴിഞ്ഞ ഒരു തംസപ്പ് തരണേ, നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യണം കേട്ടോ, നിർബന്ധമാണ്. എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം.
ആരതി കമന്റ് ചെയ്ത മോളെ? പഠിച്ചു കഴിഞ്ഞു. യെസ്. തെറ്റാണോ? ഏത് സൈഡാണ് ആരതി വേണ്ട? ഇതിന്റെ ആണോ ചോദിക്കണേ? ക്വസ്റ്റ്യൻ കാണിച്ചില്ലേ? ഇതാണോ? ഇതിന്റെ പ്രീവിയസ് സൈഡ് അല്ലേ? എനിക്ക് ഏതെങ്കിലും സ്ലൈഡ് ആവശ്യമാണെങ്കിൽ പറഞ്ഞാൽ മതി, കാണിച്ചു തരാം കേട്ടോ. എഴുതാനോ സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. യെസ്, പറയാം മനുഷ്യ, പറയാട്ടോ. സെറ്റാണ്. ഓക്കെ, അപ്പൊ എന്താ വേഗം പോയിട്ട് എക്സാം എഴുതിക്കോളൂ. അത് കഴിഞ്ഞാൽ മാർക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും എക്സാം എഴുതാൻ അറിയാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എക്സാം എങ്ങനെയാണ് എഴുതണ്ടേന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ആരും ലീവ് ചെയ്യണ്ട. എക്സാം എഴുതാൻ ലീവ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാം കഴിഞ്ഞ മാർക്ക് ഇവിടെ വന്ന് കമന്റ് ചെയ്യണം. 9 മണിക്കാണ് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. 9 മണി വരെ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. സെൽവകുമാറെ, നേരത്തെ പോയിട്ട് എക്സാം എഴുതാൻ ആരാ പറഞ്ഞേ? ആ, അവിടെ ഇരുന്ന് പഠിച്ചോ. 9 o'clock വരെ സമയമുണ്ട് നമുക്ക്. പഠിച്ചോ. നിങ്ങൾക്ക് എക്സാം എഴുതാൻ ടൈം കണക്കാക്കിയിട്ടാണ് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ. ഡൗട്ട്സ് എഴുതാൻ ബുദ്ധിമുട്ടോ അറിയാത്തവരോ എക്സാം വരാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മാർക്കിൽ എവിടെയാണ് പോയത് നമുക്ക് നോക്കാം. എന്ത് പറ്റിയ ആദിത്യ? വൈഗ, വെരി ഗുഡ്. സെൽവകുമാർ, വെരി ഗുഡ്. ഈ 1 മാർക്ക് 2 മാർക്ക് പോയത് വിഷമിക്കണ്ട. ആൻസർ കീ ഷെയർ ചെയ്യുന്നുണ്ട് ടീച്ചർ, അത് നോക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും കറക്റ്റ് ആൻസേഴ്സ് നോക്കാം. അത് തെറ്റിയത് പഠിക്കും വേണം കേട്ടോ. മാർക്ക് ഒരെണ്ണം പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഏതാണോ തെറ്റിയത് അത് പഠിക്കണം. ഓക്കെ ആഗ്രസ്, വെരി ഗുഡ്. യെസ് ആരതി, വെരി ഗുഡ്.
അശ്വജിത്തിന് എഴുതാൻ പറ്റിയോ? യെസ് ഹാദിയ, വെരി ഗുഡ്. യെസ് ആൽബിൻ, ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ് അവന്തിക, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ ടെസ്റ്റ് ആയതുകൊണ്ട് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന്? 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ കൺഫ്യൂഷൻസ് വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതായിരിക്കില്ല ചിലപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. ആ പ്രശ്നമാണ് മെയിനായിട്ട് വരിക. നോക്കാം കേട്ടോ ഏതൊക്കെയാണ് ആൻസേഴ്സ് എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. എല്ലാവരുടെ എക്സാം കഴിഞ്ഞില്ലേ? ആരുടെ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാണ്? ആരാ പ്രപ്പോസ് ചെയ്ത മക്കളെ? കാൾ ലീനിയസ് ആണ് പ്രപ്പോസ് ചെയ്തത് അല്ലേ? ഏറ്റവും ആദ്യം നമ്മൾ കാൾ ലീനിയസിന്റെ കാര്യമാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഓരോരുത്തരുടെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് നമ്മൾ പഠിച്ചത്. കാൾ ലീനിയസ് ആണ്. ഇനി RH വിറ്റാക്കർ 1961 പ്രപ്പോസ് ചെയ്തത് എന്താ? ഏത് ടൈപ്പ് ക്ലാസിഫിക്കേഷനാ? 2 കിങ്ഡം അല്ല, മനസ്സിലായി. കാൾ ലീനിയസ് അത് ഓൾറെഡി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ആരുടെയാ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, യെസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ദെൻ സോൾട്ടി ഏരിയാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നു. സോൾട്ടി ഏരിയാസിന് നമ്മൾ എന്താ പറയാ? ഹാലോഫൈൽസ് എന്നാണ് പറയാ. ഹാലോഫൈൽസ്. യത് മെത്തനോജൻസ് എന്ന് പറയുമ്പോൾ മീഥേൻ ഉള്ള സ്ഥലം. തെർമോസ്ഡഫൈൽ എന്ന് പറഞ്ഞാൽ ഹോട്ട് സ്പ്രിംഗ് ആണ്, വളരെ ചൂട് കൂടിയ സ്ഥലം. അപ്പോൾ സോൾട്ടി ഏരിയനെ ഹാലോഫൈൽസ് എന്നാണ് പറയാ. ഇനി സ്പെഷ്യലൈസ്ഡ് സെൽസ്, നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ്, അതിനെന്താ പറയാ? ഹെറ്ററോസിസ്റ്റ് അല്ലേ? ഹെറ്ററോസിസ്റ്റ്. അത് കാണുന്ന ഒരു ഓർഗാനിസത്തിന്റെ പേരെന്താ? നോസ്റ്റോക്ക്. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സാമ്പിൾ ആണത്. നോസ്റ്റോക്ക് പഠിക്കണം. നോസ്റ്റോക്കിൽ കാണുന്നതാണ് ഹെറ്ററോസിസ്റ്റ്. ഇനി സ്മോളസ്റ്റ് ലിവിങ് സെൽ, സെൽവാളൊന്നുമില്ല, വിത്തൗട്ട് ഓക്സിജൻ സർവൈവ് ചെയ്യാൻ പറ്റും. ആരാ അത്? മൈക്കോപ്ലാസ്മ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം. മൈക്കോപ്ലാസ്മയിൽ അധികം ഒന്നും പഠിക്കില്ല, ആ കൂടെ ഇത്രയേ ഉള്ളൂ. സെൽവാളില്ല, ഓക്സിജൻ ഇല്ലാതെയും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്രയേ ഉള്ളൂ മൈക്കോപ്ലാസ്മ. ഇനി ഡയാറ്റംസ് കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് വരണേ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഏത് ഗ്രൂപ്പിലാണ് ഡയാറ്റംസ് വരണേ? ഏറ്റവും ആദ്യത്തെ കാറ്റഗറി ക്രൈസോഫൈറ്റ്സ് അല്ലേ? ക്രൈസോഫൈറ്റ്സ് അല്ലേ തുടക്കം. അത് കഴിഞ്ഞിട്ടാണ് ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ് അതൊക്കെ വരണേ. ക്രൈസോഫൈറ്റ്സ് ആണ് കേട്ടോ. ഇനി സ്ലൈം മൗഡുകൾ അഗ്രിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരുമിച്ച് ചേർന്ന ഒരൊറ്റ സ്ട്രക്ചർ ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കണേ? പ്രോട്ടിസ്റ്റേ അല്ല എന്തായാലും, സ്പോറും അല്ല എന്തായാലും. പിന്നെ ആരവിടെ ഉള്ളത്? പ്ലാസ്മോഡിയം അല്ലേ? പ്ലാസ്മോഡിയാണ് കാണാം. മഞ്ഞ കളറുള്ള ഒരു ഫോട്ടോ കാണിച്ചെന്ന് ഓർമ്മയുണ്ടോ? അതാണ് പ്ലാസ്മോഡിയം. ഇനി നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ എന്താ വിളിക്കുക? നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ. ഹൈഫേനെ തന്നെ ഒരുപാടെണ്ണം നമ്മൾ ഒരുമിച്ച് കാണുകയാണെങ്കിൽ അതിനെയാണ് നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ എന്ന് പറയുന്നത് അല്ലേ? അതിനെയാണ് മൈസീലിയം എന്ന് പറയാ. മൈസീലിയം. ഇനി അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ ആൻഡ് ആൽഗെ എന്താണ്? കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞോളൂ. അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ ആൻഡ് ആൽഗെ. യെസ് ലൈക്കൺസ്. ലൈക്കൺ. ആരും അവിടെ മൈക്കോറൈസാന്ന് കൊണ്ടുപോയി, ഇവിടെ ഇപ്പോൾ ഓപ്ഷനിൽ മൈക്കോറൈസ് ഇല്ല, പക്ഷെ എന്നാലും മൈക്കോറൈസ എന്നൊന്നും പോയി പറയരുത്, അത് വേറെയാണ് അല്ലേ? അത് വേറൊരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ആസ്കോമൈസെറ്റ്സ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? ആസ്കോമൈസെറ്റ്സിന്റെ കോമൺ നെയിം ആണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ. കോമൺ നെയിം എന്താ? ബ്രാക്കറ്റ് ഫഞ്ചൈ ആണോ? സ്പോർ ഫഞ്ചൈ ആണോ? എന്താണ്? സാക് ഫഞ്ചൈ. ഓക്കെ, ആസ്കോമൈസെറ്റ്സിനെ സാക് ഫഞ്ചൈ എന്നാണ് പറയാ. അപ്പൊ ഇതിന് പകരം നമുക്ക് നമ്മളോടത്ത് എന്ത് ചോദിക്കാം? ഡിറ്റ്യൂരോമൈസെറ്റ്സ് ചോദിക്കാം. അപ്പൊ എന്താ കോമൺ നെയിം അവിടെ വരിക? ഡിറ്റ്യൂരോമൈസെറ്റ്സ് ആണെങ്കിൽ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ അല്ലേ? ബെസിഡിയോമൈസെറ്റ്സ് ആണെങ്കിലോ ബ്രാക്കറ്റ് ഫഞ്ചൈ. അതാണ് പറയണത്, കോമൺ നെയിംസ് എല്ലാത്തിനും പഠിച്ചു വെക്കണം. അത് നമ്മൾക്ക് ചോദിക്കും. അത് ഇതുപോലെ നമുക്ക് ഓപ്ഷൻ നമ്മുടെ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ ഒന്നും തരില്ല കേട്ടോ. അതൊരു 1 വേർഡ് ക്വസ്റ്റൻ ആയിട്ട് തന്നെയാണ് വരിക. നിങ്ങൾ അവിടെ ഉത്തരം എഴുതണം. ഓക്കെ, അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് ഒന്നുകൂടെ പഠിക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നന്നായി റിവൈസ് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസ് 1 മാർക്ക് 2 മാർക്കൊക്കെ പോയവര് ആ ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഈ PDF നിങ്ങളുടെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, ഗ്രൂപ്പിലുണ്ട്, നിങ്ങളുടെ ഇതിലേക്ക് വന്നിട്ടുണ്ടാവും, അത് നോക്കി വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് അപ്പം നോക്കാം കേട്ടോ. താങ്ക് യു. പഠിച്ച് വരാം. ക്വസ്റ്റ്യൻ ചോദിക്കും എന്തായാലും, അപ്പോൾ പഠിച്ച് പ്രിപ്പയർ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.